9 മണി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് വളരെ വേഗത്തിൽ വാർത്തകൾ നോക്കാം. ലൈംഗിക ആരോപണ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്ന് നിർണായകം. മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി വിധി പറയും. പുതിയ തെളിവുകൾ സമർപ്പിക്കാൻ പ്രോസിക്യൂഷൻ. രാഹുലിനായി വ്യാപക തെരച്ചിൽ. പരാതിക്കാരിയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വറിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടി വൈകുന്നതിൽ കോൺഗ്രസിൽ അതൃപ്തി പുകയുന്നു. രാഹുലിനെതിരെ വനിതാ നേതാക്കൾ രംഗത്ത്. ഇനിയും പാർട്ടിയിൽ തുടരാൻ അനുവദിക്കരുതെന്ന് നേതാക്കൾ. ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിനുമെതിരെ ആരോപണമുന്നയിച്ച MA ഷഹനാസിനെതിരെ നടപടി. സംസ്കാര സാഹിതിയുടെ കോഴിക്കോട് ജില്ലാ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഷഹനാസിനെ പുറത്താക്കി. DCC അധ്യക്ഷൻ K പ്രവീൺകുമാറിന്റെ വ്യക്തിവിരോധമാണ് നടപടിക്ക് കാരണമെന്ന് ഷഹനാസിന്റെ വിമർശനം. KPCC സാംസ്കാരിക സാഹിതി ജനറൽ സെക്രട്ടറിയാണ് ഷഹനാസ്. രാഹുൽ ഈശ്വറിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. രാഹുൽ ഈശ്വറുമായി ടെക്നോ പാർക്കിലെ ഓഫീസിൽ സൈബർ പോലീസ് തെളിവെടുപ്പ് നടത്തി. ഈ ഓഫീസിൽ വെച്ചാണ് രാഹുൽ യൂട്യൂബ് വീഡിയോകൾ ചിത്രീകരിച്ചിരുന്നതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. രാഹുലിന്റെ പൗടിക്കോണത്തെ വീട്ടിൽ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുന്നതിനായി വീണ്ടും പരിശോധന നടത്തിയേക്കും. അതേസമയം രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ നാളെ സെഷൻസ് കോടതി പരിഗണിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CPM നേതാവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷനുമായിരുന്ന A പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കും. പത്മകുമാറിനെ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. 8-ാം തീയതിയാണ് പത്മകുമാറിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുക. ബോർഡിൽ ഒപ്പമുണ്ടായിരുന്ന മറ്റ് അംഗങ്ങളെ കൂടി പ്രതിക്കൂട്ടിലാക്കുന്നതാണ് പത്മകുമാറിന്റെ ജാമ്യ ഹർജി. ശബരിമലയിൽ ദർശനം നടത്തിയ തീർത്ഥാടകരുടെ എണ്ണം 15 ലക്ഷം കവിഞ്ഞു. ഇന്നലെ 76,000 പേരാണ് അയ്യനെ തൊഴുതത്. തിരക്ക് കുറഞ്ഞതിനാൽ സുഖദർശനം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് തീർത്ഥാടകർ. വ്ളാഡിമിർ പുടിൻ ഇന്ന് ഇന്ത്യയിൽ ഇന്ത്യ-റഷ്യ ഉച്ചകോടിയിൽ പങ്കെടുക്കും. മോദി പുടിൻ സുപ്രധാന കൂടിക്കാഴ്ച നാളെ. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതും ചർച്ചയാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി പക്ഷിക്കടത്ത്. തായ്ലൻഡിൽ നിന്നെത്തിയ കുടുംബമാണ് പക്ഷികളുമായി പിടിയിലായത്. വംശനാശ ഭീഷണി നേരിടുന്ന 14 പക്ഷികളെയാണ് കസ്റ്റംസ് കണ്ടെത്തിയത്. വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെ ആദ്യം. ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിനുമെതിരെ ആരോപണമുന്നയിച്ച MA ഷഹനാസിനെതിരെ നടപടി. സംസ്കാര സാഹിതിയുടെ കോഴിക്കോട് ജില്ലാ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് ഷഹനാസിനെ പുറത്താക്കിയത്. DCC അധ്യക്ഷൻ K പ്രവീൺകുമാറിന്റെ വ്യക്തിവിരോധമാണ് നടപടി കാരണമെന്ന് ഷഹനാസ് വിമർശിച്ചു. KPCC സാംസ്കാരിക സാഹിതി ജനറൽ സെക്രട്ടറിയാണ് ഷഹനാസ്. MS അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവെക്കും. അനീഷ്, കോൺഗ്രസ് കേന്ദ്രങ്ങളെ പോലും ഞെട്ടിച്ചിരുന്നു. കാരണം പരാതി എവിടെ കാര്യമായി എന്ന ചോദ്യത്തിന് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ രാഹുലിനെതിരെ പരാതി വരികയാണ്. ഷാഫി പറമ്പിലിനെ പോലും അറിയിച്ചിരുന്നു ഈ വിഷയം. പക്ഷേ ഷാഫിയുടെ മറുപടി ഒരു സ്മൈലി മാത്രമായിരുന്നു. ഈ ഷഹനാസിനെയാണ് ഇതാ ഇപ്പോൾ പാർട്ടി പുറത്താക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിലുള്ള ഒരു വനിതാ നേതാവിനെ ജില്ലാ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും. എന്താണ് ഈ വിഷയത്തിൽ ഒരു വിശദീകരണം? രഞ്ജിത്ത്, ഇക്കാര്യത്തിൽ തന്റെ നിർദ്ദേശപ്രകാരം അല്ല ഇത്തരം ഒരു പുറത്താക്കൽ ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ അത്തരം ഒരു നടപടിക്ക് പാർട്ടി നിർദ്ദേശിച്ചിട്ടില്ല. കോൺഗ്രസിന് എന്തെങ്കിലും ഔദ്യോഗിക ഭാരവാഹിത്വം അല്ലെങ്കിൽ അത്തരം ഒരു സ്ഥാനം അവർക്കില്ല എന്നാണ് പ്രവീൺകുമാർ പറയുന്നത്. എന്തായാലും ഷഹനാസ് പറയുന്നത് സംസ്കാര സാഹിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് താൻ. നിലവിൽ ആ സംസ്കാര സാഹിതിയുടെ ഭാരവാഹികൾ ഉൾപ്പെടുന്ന ജില്ലാതല ഗ്രൂപ്പിൽ നിന്നും തന്നെ പുറത്താക്കിയിരിക്കുന്നു എന്നാണ് അവർ നൽകുന്ന വിശദീകരണം. നമ്മൾ CR മഹേഷാണ് സംസ്കാര സാഹിതിയുടെ സംസ്ഥാന ചെയർമാൻ. അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുമില്ല. എന്തായാലും വലിയ ഒരു പ്രത്യാഘാതങ്ങൾ തന്നെയാണ് ഇത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനുമായി ബന്ധപ്പെട്ട നിരവധി വെളിപ്പെടുത്തലുകളും ഒപ്പം പരാതിയും ഒക്കെ രംഗത്ത് വന്നെങ്കിലും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും മാത്രമാണ് ഷാഫി പറമ്പിലാണ് ഈ അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങൾക്കും ഒത്താശ ചെയ്യുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഗോഡ് ഫാദറായി മെന്ററായി പ്രവർത്തിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞെങ്കിലും കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഷാഫി അടക്കം വളരെ രൂക്ഷമായി വിമർശിക്കുന്ന ഒരു ശബ്ദം ഉയർന്നത് ഇത് ആദ്യമായാണ്. കാരണം ഈ ഷാഫി പറമ്പിലാണ്
രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്കും പിന്നീട് അദ്ദേഹം രാജിവെച്ച പാലക്കാട് നിയമസഭാ സ്ഥാനാർത്ഥിത്വത്തിലേക്കുമൊക്കെ നിർദ്ദേശിച്ചത്. അതായത് ഷാഫിയുടെ ഒരു പിന്തുടർച്ചാവകാശക്കാരനായി എല്ലാ തരത്തിലും ഷാഫി ഈ രാഹുൽ മാങ്കൂട്ടത്തെ അവരോധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. രാഹുൽ മാങ്കൂട്ടത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉമ്മൻചാണ്ടി നിർദ്ദേശ സ്ഥാനാർത്ഥിയെ അവഗണിച്ച് പോലും നിയമിക്കാൻ ശ്രമം നടന്നപ്പോൾ താൻ ഇക്കാര്യം ഷാഫി പറമ്പിലിനോട് ചൂണ്ടിക്കാണിച്ചതാണ്. പക്ഷെ അന്ന് വെറും പുച്ഛമായിരുന്നു ഷാഫി പറമ്പിലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഒപ്പം ഷാഫി അധ്യക്ഷനായ യൂത്ത് കോൺഗ്രസിന്റെ കീഴിലുള്ള കൾച്ചറൽ വിംഗ് സാംസ്കാരിക വിഭാഗത്തിന്റെ ചെയർപേഴ്സൺ ആയിരുന്നു താൻ അന്ന്. എന്നാൽ അന്ന് സ്ത്രീകൾക്ക് യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നതെന്നും ഷഹനാസ് കുറ്റപ്പെടുത്തിയിരുന്നു. നിരവധി സ്ത്രീകളാണ് KSU യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ളവരാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ പരാതിയുമായി രംഗത്തെത്തിയത്. താനടക്കം പലതരത്തിലുള്ള പരാതികൾ പാർട്ടിക്ക് നൽകിയെങ്കിലും ഷാഫിയുടെ കാലത്ത് അതിനൊന്നും ഒരു പരിഹാരമുണ്ടായില്ല എന്ന് അവർ കുറ്റപ്പെടുത്തുന്നു. നിയമസഭയിലെയും മറ്റുമൊക്കെ പുറത്തുമുള്ള ഷാഫിയുടെ പ്രസംഗങ്ങൾ കേട്ട് രോമാഞ്ചം കൊള്ളുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകയാണ് താൻ. എന്നാൽ ഷാഫി എന്തിന് ഇത്തരം ഒരു പെൺവേട്ടക്കാരനെ പിന്തുണച്ചു എന്നതിന് കൃത്യമായ മറുപടി പറയണം. ഈ കാര്യങ്ങൾക്ക് മറുപടി നൽകിയില്ലെങ്കിൽ കൃത്യമായ തെളിവുകളുമായി താൻ രംഗത്തെത്തുമെന്ന് അവർ പറയുകയും ചെയ്തിരുന്നു. ന്യൂസ് 18 അടക്കം പ്രതികരിച്ചപ്പോൾ എന്തു തരത്തിലുമുള്ള നടപടികൾ ഏത് ഭാഗത്തു നിന്നും ഉണ്ടാവും എന്നതിനെ താൻ ഭയക്കുന്നില്ല എന്ന് അവർ വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ കുറെ വർഷങ്ങളായി തന്നെ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകയാണ്. സ്ഥാനാർത്ഥികൾക്കടക്കം വേണ്ടി പ്രചാരണ രംഗത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന ആൾ കൂടിയാണ്. പക്ഷേ ചില കാര്യങ്ങൾ തുറന്നു പറയാതിരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. കാരണം ആദ്യഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉയർന്നപ്പോൾ എവിടെ പരാതി എന്ന ചോദ്യമാണ് ഉയർന്നത്. എന്നാൽ ആ പരാതിയുമായി രംഗത്ത് മുന്നോട്ട് വരുമ്പോഴും ഈ ഷാഫി പൂർണ്ണമായും രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയാൻ തയ്യാറാവുന്നില്ല എന്നത് തന്നെയാണ് അതാണ് പ്രധാനപ്പെട്ട ഒന്ന്. ഇവിടെ കെ പ്രവീൺകുമാറിനെതിരെയാണല്ലോ ഷഹനാസിന്റെ ആരോപണം അനീഷ്. പക്ഷേ പ്രവീൺകുമാർ പറഞ്ഞ ജില്ലാ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അഡ്മിൻ ആരാണ്, ഇതെങ്ങനെ പുറത്താക്കപ്പെട്ടു, ഈ രണ്ടും കൽപ്പിച്ച് പാർട്ടിക്കെതിരെ ഈ വിഷയത്തിൽ ഒരു പോരാട്ടത്തിന് തന്നെയാണോ ഷഹനാസ്? എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അത്തരമൊരു പോരാട്ടത്തിലേക്ക് തന്നെ ഷഹനാസ് ഇറങ്ങുന്നു എന്നാണ് നമുക്ക് അവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കുറച്ച് നാളുകളായി അന്തരീക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതി നിൽക്കുന്നു. പക്ഷേ അപ്പോഴും ഒരു വേണോ വേണ്ടയോ അല്ലെങ്കിൽ പൂർണ്ണമായി തള്ളുകയോ കൊള്ളുകയോ ചെയ്യാത്ത ഒരു നിലപാട് ഷാഫി പറമ്പിൽ സ്വീകരിക്കുന്നുണ്ട്. ഷാഫി പുറത്തൊരു ഇമേജ് കാട്ടുകയും അകത്ത് മറ്റൊരു ഇമേജ് കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് തന്നെയാണ് ഷഹനാസിന്റെ കുറ്റപ്പെടുത്തൽ. കാരണം ഒരു സംഘടനയിൽ യൂത്ത് കോൺഗ്രസ് പോലൊരു യുവജന സംഘടനയിൽ സ്ത്രീകൾക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നത്, അല്ലെങ്കിൽ എല്ലാവരാലും വാഴ്ത്തപ്പെടുന്ന ഷാഫി പറമ്പിൽ അധ്യക്ഷനായിരുന്ന സമയത്ത് ഒരു പ്രവർത്തന സ്വാതന്ത്ര്യം യൂത്ത് കോൺഗ്രസിലെ വനിതാ നേതാക്കൾക്കില്ലായിരുന്നു എന്നത് ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ്. ഒപ്പം യൂത്ത് കോൺഗ്രസിനുള്ളിലെ തന്നെ വനിതാ നേതാക്കളെ സംബന്ധിച്ച ഷാഫി പറമ്പിലിന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതികൾ നൽകിയെങ്കിലും അക്കാര്യങ്ങൾ അവഗണിക്കുന്ന ഒരു നിലപാട്, അല്ലെങ്കിൽ അത്തരമൊരു പരാതിയെ വകവെച്ച് മുന്നോട്ട് പോകാത്ത ഒരു നിലപാട് ഞെട്ടിച്ചു എന്ന് തന്നെയാണ് ഇവർ ഷഹനാസ് പറയുന്നത്. അതിനുശേഷം ഈ അധ്യക്ഷ സ്ഥാനത്തേക്ക് അഖിലിനെ പോലുള്ള ആളുകൾ ഉമ്മൻചാണ്ടിയുടെ നോമിനികളായി മുന്നോട്ട് വരുമ്പോഴും അവരെയൊക്കെ വിട്ടുനിർത്തിയാണ് ഈ വ്യാജ മെമ്പർഷിപ്പ് അടക്കമുള്ള ആരോപണങ്ങൾ അന്തരീക്ഷത്തിൽ നിൽക്കവേ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നത്. ഇക്കാര്യങ്ങളെയൊക്കെ പാർട്ടിക്കുള്ളിൽ എതിർത്തിരുന്നു. ഒപ്പം ഈ വ്യാജ മെമ്പർഷിപ്പ് ആരോപണം പോലും പാർട്ടിക്കുള്ളിലെ സൃഷ്ടിയാണ് എന്നാണ് ഇന്നലെ ഷഹനാസ് പറയുകയും ചെയ്തത്. അതുകൊണ്ട് ഇത്തരം അധികം ആളുകളെ അവഗണിച്ച് എന്തിന് ഈ രാഹുൽ മാങ്കൂട്ടത്തിനായി ഷാഫി പറമ്പിൽ എപ്പോഴും വാദിച്ചിരുന്നു. അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിച്ചതെന്ന് പറയുന്നു. വടകരയിൽ നിന്നും പാലക്കാട്ട് നിന്നും വടകരയിലേക്ക് അദ്ദേഹം MP ആയി മത്സരിക്കാൻ എത്തുമ്പോൾ പാർട്ടിക്ക് മുന്നിൽ വെച്ച നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ സ്ഥാനത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ മത്സരിപ്പിക്കണം എന്നത് തന്നെയായിരുന്നു. എന്തിന് ഇത്തരത്തിലൊരു പിടിവാശി നടത്തിയ ഒരു വ്യക്തിക്ക് വേണ്ടി എന്ന ചോദ്യമാണ് ഷഹനാസ് ഉന്നയിച്ചിരുന്നത്. ഒപ്പം കൃത്യമായ ഒരു വിശദീകരണം ഇക്കാര്യത്തിൽ ഷാഫി പറമ്പിലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവണമെന്നും പറയുന്നു. ഏതായാലും ഇതുവരെ ഈ സംശയമുന മുഴുവൻ അല്ലെങ്കിൽ ഈ ആരോപണങ്ങളുടെ ചരങ്ങൾ മുഴുവൻ ഏറ്റുവാങ്ങിയത് രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിൽ അദ്ദേഹത്തിന്റെ മെന്ററായ ഷാഫി പറമ്പിൽ ഇക്കാര്യങ്ങൾ വിശദീകരിക്കണമെന്ന ശക്തമായ ആവശ്യമാണ് ഷഹനാസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും പുറത്തു നിന്നുള്ള ശബ്ദമല്ല, കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെയുള്ള ശബ്ദമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ചില അപൂർവം വനിതാ യൂത്ത് കോൺഗ്രസ് നേതാക്കളൊക്കെ ഒഴിച്ചാൽ മറ്റു കാര്യമായ അപശബ്ദങ്ങൾ ആ സംഘടനയിൽ നിന്നും വന്നിട്ടില്ല. മുതിർന്ന നേതാക്കളാണ് പൂർണ്ണമായും രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളി രംഗത്തെത്തിയത്. രാജ്മോഹൻ ഉണ്ണിത്താനായാലും VM സുധീരനായാലും സതീശനായാലും ഒക്കെ ഒരു ഭാഗമാണ്
അല്ലെങ്കിൽ മുതിർന്ന നേതാക്കൾ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞ് രംഗത്തെത്തുമ്പോഴും ജൂനിയർ നേതാക്കൾ അല്ലെങ്കിൽ രണ്ടാം നിരയിലേക്ക് നേതാക്കൾ പൂർണ്ണമായും രാഹുലിനെ തള്ളിപ്പറയാത്ത ഒരു സാഹചര്യം. ഒപ്പം ഈ സൈബർ ഇടങ്ങളിൽ വലിയ ആക്രമണം ഈ മുതിർന്ന നേതാക്കൾക്ക് വി ഡി സതീശിനെയൊക്കെ പോലും രൂക്ഷമായി അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ ഇടാൻ തക്കവണ്ണം ഈ സൈബർ വെട്ടിക്കളി കൂട്ടങ്ങൾ വളരുന്ന ഒരു സാഹചര്യം. എന്തായാലും ഷഹനാസും പറയുന്നു തനിക്കെതിരെയും ആരോപണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ വലിയ സൈബർ അറ്റാക്കാണ് തനിക്കെതിരെ നടക്കുന്നത്. താൻ ഒരു സത്യം മാത്രം വിളിച്ചു പറഞ്ഞു, അല്ലെങ്കിൽ പാർട്ടിയെ നവീകരിക്കുക, പാർട്ടിയിലെ പുഴുക്കുത്തുകളെ പുറത്താക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടി താൻ ഇക്കാര്യങ്ങൾ പറയുമ്പോൾ തനിക്കെതിരെയും ഒരു വിഭാഗം തിരിഞ്ഞിരുന്നു. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെ ആക്രമിച്ച് ഏത് വെട്ടുക്കളി കൂട്ടമാണോ അതേ കൂട്ടം തന്നെ തന്നെയും ആക്രമിക്കാൻ വരുന്നു. പക്ഷേ ഇതുകൊണ്ടൊന്നും താൻ പിന്തിരിയുകയില്ല, തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ശക്തമായി മുന്നോട്ട് പറഞ്ഞു തന്നെ മുന്നോട്ട് പോകും. അതാണ് സാഹചര്യം. ഏതായാലും ഷഹനാസ് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടിരുന്നു. MS സനീഷ് കുമാറുമായി ഷഹനാസ് സംസാരിച്ചിരുന്നു. ആ വാക്കുകളിലേക്ക് ഒന്ന് പോകാം വളരെ പെട്ടെന്ന്. അതിഗുരുതരമായ ആരോപണമാണ് ഷാഫി പറമ്പിലിനെതിരെ അടക്കം ഷഹനാസ് ഉന്നയിച്ചത്. ആ ഷഹനാസിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം. സംസ്കാര സാഹിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, യൂത്ത് കോൺഗ്രസിന്റെ സാംസ്കാരിക വിഭാഗത്തിന്റെ മുൻ അധ്യക്ഷ, എഴുത്തുകാരി, ഒപ്പം പ്രസാധക MA ഷഹനാസാണ് നമ്മോടൊപ്പം ഉള്ളത്. താങ്കൾ ഫേസ്ബുക്ക് കുറിപ്പ് ഇട്ടിരിക്കുന്നു, അത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഇത്തരത്തിലൊരു കുറിപ്പ് ഈ സമയത്ത് ഇടാനുള്ള ഒരു സാഹചര്യം? 2-3 വിഷയങ്ങളാണ് അതിൽ ഞാൻ പ്രതികരിക്കാൻ എനിക്ക് തീരുമാനമുണ്ടായത്. ഒന്ന്, പരാതി പറഞ്ഞു വരുന്ന ഇരകളായിട്ടുള്ള സ്ത്രീകളെ അങ്ങേയറ്റം അപമാനിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലടക്കം മുന്നോട്ട് പോകുന്ന ഒരു പ്രവണത, മുന്നോട്ട് പരാതിയുമായിട്ട് വരാനുള്ള സ്ത്രീകളുടെ ഒരു ആത്മധൈര്യത്തെ കെടുത്തുന്നതായിട്ട് എനിക്ക് തോന്നി. 2, 23 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഇന്നലെ പരാതി നൽകിയിട്ടുള്ളത്. ബലാത്സംഗം ചെയ്തുവെന്നും എനിക്ക് നിന്നിലൊരു കുഞ്ഞുണ്ടാവണമെന്നും നിരന്തരം എല്ലാ സ്ത്രീകളോടും അദ്ദേഹം പറഞ്ഞുകൊണ്ട് ബലാത്സംഗത്തിന് ഇരയാക്കുന്ന ഒരു രീതി, അത് 23 വയസ്സെന്നൊക്കെ പറയുമ്പം ചെറിയ പ്രായമാണ്. യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ പ്രസിഡൻ്റായിരിക്കുന്ന അദ്ദേഹം യൂത്ത് കോൺഗ്രസിനകത്ത് തന്നെയുള്ള സ്ത്രീകൾക്ക് ഇത് എത്രത്തോളം ബാധിച്ചിട്ടുണ്ടാവും, എത്രത്തോളം പെൺകുട്ടികൾ ഇതിനെ മിണ്ടാതിരിക്കുന്നുണ്ടാവും എന്ന് ആലോചിച്ചത് കൊണ്ട് തന്നെയാണ്. മാത്രമല്ല, ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ശ്രീ ഷാഫി പറമ്പിൽ MP സംസാരിക്കുന്നത് കേട്ടപ്പോൾ അദ്ദേഹത്തിനോട് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു, ശ്രീ രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അതിന് എന്താ പറയുക, ഒരു രീതിയിൽ ഒരു മറുപടി നൽകാതെ ഒരു പുച്ഛം കൊടുക്കുമ്പോൾ അതിന് ഉത്തരം പറയേണ്ട ഒരു ഉത്തരവാദിത്തം കൂടി എനിക്കുണ്ടെന്ന് തോന്നി. കാരണം ഞാൻ അദ്ദേഹത്തിന് മുന്നറിയിപ്പ് എന്നല്ല, എൻ്റെ അനുഭവം, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികളായിട്ടുള്ള മറ്റ് സ്ത്രീകളുടെ അനുഭവം, മഹിളാ കോൺഗ്രസിൻ്റെ ഭാരവാഹികളായിട്ടുള്ള മറ്റ് സ്ത്രീകളുടെ അനുഭവം ഒക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു, യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് ഇദ്ദേഹത്തെ നിങ്ങൾ വെക്കരുത്. കാരണം അതിന് യോഗ്യരായ ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ യൂത്ത് കോൺഗ്രസിലുണ്ട്, JS-ലുണ്ട്. എന്നാണ് രാഹുലിനെ താങ്കൾക്ക് ആദ്യമായി മനസ്സിലാക്കി തുടങ്ങിയത്, അല്ലെങ്കിൽ പരിചയപ്പെട്ടു തുടങ്ങിയത്? രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയെ എനിക്ക് അറിയുന്നത്, ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് ലിറ്ററേച്ചർ ചെയർപേഴ്സൺ ആയിരുന്നു. ശ്രീ ഷാഫി പറമ്പിൽ MP, ഇപ്പോഴത്തെ MP, അന്ന് MLA ആയിരുന്ന അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആകുമ്പോൾ ഇദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി എങ്ങാണ്ടാണ്. പക്ഷേ അതിനു മുമ്പ് അദ്ദേഹം എൻ്റെ സോഷ്യൽ മീഡിയയിൽ എൻ്റെ ഫ്രണ്ടായിരുന്നു എന്നും നിരന്തരം എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു എന്നും ഞാൻ അതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം തന്നെയാണ് പറയുന്നത്, ഞാൻ നിരന്തരം മെസ്സേജ് അയച്ചിട്ട് ഷഹനാസ് ഇതുവരെ എന്നെ മൈൻഡ് ചെയ്തിട്ടില്ലല്ലോ എന്ന് അദ്ദേഹം തന്നെ എന്നോട് അന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു, അങ്ങനെ ഒരു വ്യക്തിയെ എനിക്കറിയില്ലായിരുന്നു. പക്ഷേ പിന്നീട് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് ലിറ്ററേച്ചർ ചെയർപേഴ്സൺ ആകുമ്പോഴാണ് ഞാൻ ഇതിൻ്റെ ഒരു സെക്രട്ടറി ആണ് എന്നറിയുന്നത്. അപ്പം ഞാൻ ആണോ എന്ന് പറഞ്ഞ് ഞാൻ പരിശോധിക്കുമ്പോൾ അദ്ദേഹം എനിക്ക് ഒരുപാട് മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ അദ്ദേഹത്തിന് മറുപടി നൽകുന്നത്. എനിക്ക് പേഴ്സണലി അറിഞ്ഞു തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ അദ്ദേഹത്തിന് മറുപടി നൽകുന്നത്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് അദ്ദേഹത്തെ അറിയുന്നത്. പിന്നീട് എങ്ങനെയാണ് ഈ ഷാഫി പറമ്പിലിനൊക്കെ ഒരു മുന്നറിയിപ്പ് നൽകുന്ന തരത്തിലേക്ക് ഒരു മനസ്സിലാക്കൽ എങ്ങനെ വന്നു? എന്തൊക്കെ സാഹചര്യങ്ങളാണ് അത്തരം ഒരു മുന്നറിയിപ്പ് നൽകാൻ താങ്കളെ പ്രേരിപ്പിച്ചത്? എനിക്ക് വ്യക്തിപരമായ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാനൊരു വിവാഹിതയാണ് എന്നും ഒരു പെൺകുട്ടിയുടെ അമ്മയാണ് എന്നും അറിയുന്നവരാണ് എല്ലാവരും. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിയായ ഡോക്ടർ റിജി റഷീദുമായിട്ട് ഞങ്ങൾ രണ്ടുപേരും, ഞാനും അവളും, കർഷക സമരത്തിൽ പങ്കെടുത്ത് തിരിച്ചു വന്നപ്പോൾ എന്നോട് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു, ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ നിങ്ങൾ കർഷക സമരത്തിൽ പങ്കെടുത്തത് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, കർഷക സമരം എന്ന് പറയുന്നത് ചമ്പാരൻ സമരത്തിനൊക്കെ ശേഷമുള്ള ഇപ്പോഴത്തെ കർഷകരുടെ ഒരു പ്രതിഷേധം, അത് അനുഭവിച്ചറിയുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ അതിൽ പങ്കെടുത്തത്. അപ്പോൾ നമുക്ക് പോവണ്ടേ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ മുഴുവൻ ആളുകൾ പോവണ്ടേ എന്നാണ് അവൻ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു, നമുക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ മുഴുവൻ ആളുകൾക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയല്ല, നമുക്ക് 2 ആൾക്കും പോവണ്ടേ എന്ന് ചോദിച്ചു. അതിന് ഉത്തരം
ഞാൻ അന്ന് തന്നെ നൽകുകയും ആ സംസാരം അവിടെ നിർത്തുകയും ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു വ്യക്തിപരമായ അനുഭവം എനിക്കുണ്ട്. അതിനപ്പുറം യൂത്ത് കോൺഗ്രസിൻ്റെ തന്നെ പ്രവർത്തകരായ പലരും എന്നോട് പങ്കുവച്ചിട്ടുണ്ട് സമാന അനുഭവങ്ങൾ. മഹിളാ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ പങ്കുവച്ചിട്ടുണ്ട്. KSUവിലടക്കമുള്ള പെൺകുട്ടികളോട് അവൻ പെരുമാറുന്നത് ആ പെൺകുട്ടികൾ പറഞ്ഞിട്ട് എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ അത്തരത്തിൽ പറഞ്ഞിട്ടുള്ളത്. കാരണം ചെറിയ ചെറിയ പെൺകുട്ടികളെ ചൂഷണം ചെയ്യാൻ എളുപ്പമാണ്. ഒന്നും അറിയാത്ത അവിവാഹിതനാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റായിരുന്ന അന്നത്തെ ആ വ്യക്തി. അധികാരവും പ്രശസ്തിയും ഒക്കെ അദ്ദേഹത്തിൻ്റെ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നതിൽ നന്നായി ഉപയോഗിച്ചു എന്ന് നമുക്കിപ്പോൾ അറിയാം. ഇത് പരാതി പറയാൻ അത്രയും ആത്മധൈര്യമുള്ള പെൺകുട്ടികളെ പരാതിയുമായിട്ട് വരൂ. കാരണം സോഷ്യൽ മീഡിയയിലടക്കം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വെട്ടുക്കിളികൾ ആക്രമിച്ചങ്ങ് ഇല്ലാതെയാക്കി കളയാണ്. അപ്പോൾ പരാതി പറയാൻ പറ്റാത്ത ഒരുപാട് പെൺകുട്ടികളുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിശ്വസിക്കുന്നുണ്ട് കോൺഗ്രസിൽ മാത്രമല്ല, അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള സ്ത്രീകൾക്ക് പോലും മെസ്സേജ് അയച്ചു എന്ന് വിശ്വസിക്കുന്നുണ്ട് ഞാൻ. അപ്പം അതിന് ഞാൻ പറയേണ്ടതുണ്ട് എന്ന് അനിവാര്യമായ സമയത്തായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. ഈ ഷാഫിക്ക് ഇക്കാര്യത്തിൽ ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ടല്ലോ. ഞാൻ പറയട്ടെ, ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന യുവ നേതാവിനെ രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിലെ യുവജനങ്ങളും കേരളത്തിലെ ജനങ്ങളും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ കളങ്കം പെടുത്തിയിട്ടുള്ള ഒരേ ഒരു വ്യക്തി രാഹുൽ മാങ്കൂട്ടമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ പങ്കുവഹിച്ച ശ്രീ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തി തല കുനിക്കേണ്ടതുണ്ട്. കാരണം അദ്ദേഹം നിയമസഭ ഷഹനാസ് മാത്രമല്ല, കോൺഗ്രസിലെ പല വനിതാ മുഖങ്ങളും ഈ രാഹുലുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള വ്യക്തിപരമായ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളുള്ള പല വനിതാ മുഖങ്ങളും. ഇന്നലെ നമുക്കറിയാം ഷമാ മുഹമ്മദ്, ഒപ്പം ഷാനിമോൾ ഉസ്മാൻ എന്നീ വനിതാ നേതാക്കളും ഇതുമായി ബന്ധപ്പെട്ട അതിശക്തമായ ആവശ്യം ഉന്നയിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിനുശേഷമാണിതാ വ്യക്തിപരമായി ദുരനുഭവമുള്ള ഷഹനാസ് മുന്നോട്ട് വരുന്നത്. ഷാഫിക്ക് നേരെയാണ് ഷഹനാസ് വിരൽ ചൂണ്ടുന്നത്. അനീഷ്, അതുതന്നെയാണ്. അതായത് അവർ പറയുന്നത് വളരെ കൃത്യമാണ്. ഷാഫി പറമ്പിൽ ഒരു യുവ നേതാവ്, കാരണം വടകരയിൽ പോലൊരു സ്ഥലത്ത് വലിയ വോട്ടുകൾ വാങ്ങി ജയിച്ച ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് എന്തിന് താങ്ങിക്കൊണ്ട് നടക്കണം? രാഹുലിനെതിരെ വ്യക്തിപരമായ നിരവധി പരാതികൾ കിട്ടിയിട്ടും പേഴ്സണലി രാഹുലുമായി ബന്ധപ്പെട്ട നിരവധി ആളുകൾ വന്ന് സംസാരിച്ചിട്ടും എന്തിന് ഇയാളെ താങ്ങിക്കൊണ്ട് നടക്കണമെന്ന ചോദ്യം വളരെ പ്രസക്തമായ ഒന്നാണ്. അതിന് ഷാഫി മറുപടി പറയേണ്ടി വരും. തീർച്ചയായും ഷാഫി മറുപടി പറയേണ്ട ഒരു ചോദ്യവും അത് തന്നെയാണ്. നമ്മൾ ഈ വിവാദമുണ്ടായ ആദ്യഘട്ടം മുതൽ പലപ്പോഴും ഷാഫി പറമ്പിലിനെ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോഴും ഒരിക്കൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളി പറഞ്ഞുകൊണ്ടുള്ള അല്ലെങ്കിൽ രാഹുൽ ചെയ്തത് തെറ്റാണ് എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ടുള്ള ഒരു പരാമർശം ഇതുവരെയും ഷാഫി പറമ്പിൽ MPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നതാണ് പരമാർത്ഥം. അദ്ദേഹം പലപ്പോഴും സാങ്കേതികതകളിൽ ഊന്നിയൊക്കെ മറുപടി പറയാൻ ശ്രമിക്കാറുണ്ട്. KPCC നേതൃത്വം നടപടിയെടുത്തിട്ടുണ്ട്, നിയമാനുസൃതമായി മുന്നോട്ട് പോകും, നിയമത്തിന്റെ വഴി മുന്നോട്ട് പോകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തന്റെ ഒപ്പം ഉണ്ടായിരുന്ന ആൾ അല്ലെങ്കിൽ താൻ വളർത്തിക്കൊണ്ട് വരുന്ന ആൾ ചെയ്തത് തെറ്റായിപ്പോയി. അദ്ദേഹം ഇത്തരം ഗൗരവതരമായ കുറ്റകൃത്യം ചെയ്യുമെന്ന് താൻ സ്വപ്നേബി വിചാരിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ കുറ്റകൃത്യങ്ങളെ പറ്റി തനിക്ക് അറിവുണ്ടായിരുന്നു എന്ന കാര്യമൊന്നും അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇവിടെ ഷഹനാസ് പറയുന്നതിലെ ഏറ്റവും പ്രസക്തമായ കാര്യവും അതുതന്നെയാണ്. കാരണം യൂത്ത് കോൺഗ്രസിലെയും KSUവിലെയും യുവതികളായ പെൺകുട്ടികളായ പ്രവർത്തകർക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും വലിയ മോശം ദുരനുഭവങ്ങൾ ഉണ്ടായി. ഈ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് താൻ ഷാഫി പറമ്പിലിനോട് ഇക്കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷേ അപ്പോഴും ഷാഫിയുടെ ഭാഗത്തു നിന്നും ഒരു കൃത്യമായ മറുപടി ഉണ്ടായിട്ടില്ല. ഷാഫിയുടെ അതാണ് സാഹചര്യം. ഏതായാലും മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ ഷാഫിക്ക് വരാതിരിക്കാനാവില്ല. കാരണം ഷാഫി പറമ്പിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ സ്ഥലത്താണ്, വേളയിലാണ്. അപ്പോൾ സ്വാഭാവികമായും മാധ്യമങ്ങൾ ഷാഫിക്ക് പുറകെ കൂടും. സംശയമില്ല, കാര്യത്തിൽ ഒളിച്ചിരിക്കാനാവില്ല എന്നുള്ളതാണ്. മറുപടി പറയേണ്ടി വരും. രാഹുൽ മാങ്കൂട്ടത്തിലെ ഇനിയും പാർട്ടിയിൽ തുടരാൻ അനുവദിക്കരുത് എന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജന ബി സാജൻ. ഒരു നിമിഷം പോലും വൈകാതെ പുറത്താക്കണം. പാർട്ടിയിൽ തുടരാൻ അനുവദിക്കുന്ന ഓരോ നിമിഷവും പ്രതിച്ഛായയെ ബാധിക്കുമെന്നും സജന പറഞ്ഞു. ന്യൂസ് 18 പ്രൈം ഡിബേറ്റിലായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം. ഇനിയും വെച്ചുകൊണ്ടിരുന്നാൽ പാർട്ടിക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ പാർട്ടി നേതാക്കൾ മനസ്സിലാക്കേണ്ടതല്ലേ? അത് തന്നെയാണ് പറഞ്ഞത്. ഞാൻ തുടക്കം മുതലേ ഈ ചർച്ചയുടെ എന്നല്ല, ഞാൻ ഈ തുടക്കം നാൾ മുതലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇനിയും വെച്ചുകൊണ്ടിരുന്നാൽ പാർട്ടിക്ക് എത്രത്തോളം ദോഷകരമായി അത് ബാധിക്കും എന്നുള്ളതും, ഇനിയും തുടർന്നു പോയാൽ പാർട്ടിയുടെ സ്ത്രീപക്ഷ നിലപാടുകൾക്ക് എത്രത്തോളം വിള്ളലേൽക്കും എന്ന് ജനങ്ങൾ മനസ്സിലാക്കും എന്നുള്ളതൊക്കെ എത്രയും വേഗം നേതാക്കൾ മനസ്സിലാക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ആ ഒരു രീതിയിൽ ഇന്ന് തന്നെ പാർട്ടിക്കുള്ളിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലൊരു വ്യക്തിയെ പുറത്താക്കുകയും ആ കോൺഗ്രസിന്റെ ലേബലിൽ MLA ആയ ആ MLA എന്ന 3 അക്ഷരത്തെ എത്രയും വേഗം എടുത്തു മാറ്റാനുള്ള നടപടിക്രമങ്ങൾ പാർട്ടി കൈക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുമെന്നുള്ള
പ്രതീക്ഷയാണ്. ഉടനടി തന്നെ ആ പാർട്ടി അത് ചെയ്യും. അതേസമയം ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് വിധി പറയും. പ്രോസിക്യൂഷൻ അധികമായി സമർപ്പിച്ച തെളിവുകൾ കൂടി പരിശോധിച്ച ശേഷമാകും തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യാപേക്ഷയിൽ വിധി പറയുക. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കും. ഡാൻ, ഇപ്പോൾ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം പുതിയ പ്രശ്നം ഈ രണ്ടാമത്തെ പരാതിയാണ്. ആദ്യ പരാതിയിൽ വളരെ ഗുരുതരമായ FIR ആണ്. ഈ രണ്ടാം പരാതിയിലും സമാനമായ FIR സമർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിൽ തന്നെ ഈ പെൺകുട്ടിയെ മുറിവുകൾ ഉണ്ടാക്കി അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്നൊക്കെയുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്നു. എന്തൊക്കെയാണ് ഇന്ന് പ്രോസിക്യൂഷന്റെ കൂടുതൽ വാദങ്ങൾക്കുള്ള സാധ്യതയുണ്ടോ, അതോ കോടതി വിധി പറയുകയുള്ളോ? കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ക്രൈംബ്രാഞ്ച് രണ്ടാമത് KPCC അധ്യക്ഷന് ലഭിച്ച പരാതി സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയതുമായി ബന്ധപ്പെട്ട് ഒരു FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതായത് ഗുരുതര സ്വഭാവത്തിലുള്ള ആരോപണങ്ങളായിരുന്നു ആ പരാതിയിൽ ഉന്നയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ക്രൈംബ്രാഞ്ച് സ്വമേധയാ അതിൽ കേസെടുക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഈ യുവതി ആരാണ് എന്നും അവർ എവിടെയുള്ള ആളാണ് എന്നും ഇപ്പോൾ എവിടെയാണ് ഉള്ളത് എന്ന കാര്യത്തിലും ഒരു വ്യക്തത ഇതിനോടകം ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ മൊഴിയെടുക്കാനുള്ള ഒരു നീക്കമായിരിക്കും അടിയന്തരമായി നടക്കുക. അതിനവരുടെ സമയം തേടിയിട്ടുണ്ടെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അത് എപ്പോൾ നടക്കുമെന്ന കാര്യത്തിൽ നമുക്കൊരു വ്യക്തതയില്ല. കാരണം ഈ അവരുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട് ചില പരിമിതികൾ നിലനിൽക്കുന്നതിനാൽ അവർക്ക് നിയമപരമായി മുമ്പോട്ട് പോകുന്നതിന് താല്പര്യമില്ല എന്നൊരു നിലപാട് ഈ പരാതിയിൽ തന്നെ അവർ പരാമർശിച്ചിരുന്നതിൻ്റെ കാര്യം വ്യക്തിപരമായ ചില കാരണങ്ങളായിരുന്നു. അത് ഉദ്യോഗസ്ഥരോടും അവർ പങ്കുവച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ ഈ നിയമപരമായി മുമ്പോട്ട് പോകുമോ എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇതിലെ നിയമസാധുത. കാരണം അങ്ങനെ യുവതി നിയമപരമായി മുമ്പോട്ട് പോകാൻ തയ്യാറായല്ല. അതായത് ആദ്യം അന്വേഷണ സംഘത്തിന് മൊഴി നൽകുകയും പിന്നീട് ആ മൊഴിയിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ രഹസ്യമൊഴിയായി 164 സ്റ്റേറ്റ്മെൻറ്റായി മജിസ്ട്രേറ്റിന് മുമ്പിൽ ആവർത്തിക്കുകയും ചെയ്താൽ മാത്രമേ അതിൽ നിയമസാധുത ഉണ്ടാകുകയുള്ളൂ. അതോടൊപ്പം അവരുടെ കൈവശം ഈ ആരോപണങ്ങൾ വ്യക്തമാക്കുന്ന തരത്തിലുള്ള തെളിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ക്രൈംബ്രാഞ്ചിന് കൈമാറേണ്ടത് അനിവാര്യതയായി മാറും. അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ പൂർണ്ണമായി ഈ യുവതി സഹകരിക്കുമെങ്കിൽ മാത്രമേ ഈ അന്വേഷണം നിയമപരമായി മുമ്പോട്ട് പോവുകയുള്ളൂ. എന്തായാലും ആ FIR-ലെ വിശദാംശങ്ങളടക്കം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ അറിയിക്കും. അതായത് മുൻകൂർ ജാമ്യം നൽകരുത് എന്ന് ആവശ്യപ്പെടുന്നതിൻ്റെ പ്രധാന കാരണം ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണരുത്. സ്വാഭാവികമായി തുടർച്ചയായി ഇത്തരത്തിലുള്ള പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നു. രണ്ടാമത് വീണ്ടും ഒരു FIR കൂടി രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ഇത് സംബന്ധിച്ച് പ്രതിക്ക് ഉന്നത സ്വാധീനം ഉള്ളതിനാൽ ജാമ്യം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ തെളിവുകൾ നശിപ്പിക്കപ്പെടാനോ ഇരകളെ സ്വാധീനിക്കാനോ ഉള്ള സാധ്യത നിലനിൽക്കുന്നതിനാൽ ജാമ്യം നിഷേധിക്കണമെന്ന ആവശ്യം പ്രോസിക്യൂഷൻ കോടതിയിൽ ഇന്നും ആവർത്തിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ ആ വാദം പൂർത്തിയായതിനു ശേഷമായിരിക്കും കോടതി കേസിൽ വിധി പറയുക. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് നിയമപരമായും രാഷ്ട്രീയമായും നിർണായകമായ ഒരു ദിനമാണ് ഇന്ന്. ഡാന്, മറ്റൊന്ന്, ഈ പെൺകുട്ടി, രണ്ടാമത് പരാതി ഉന്നയിച്ച പെൺകുട്ടി ബംഗളൂരു സ്വദേശിനിയാണ്. KPCC അധ്യക്ഷൻ നേരിട്ടാണ് പരാതി അയച്ചത്. ഈ പെൺകുട്ടിയെ കണ്ടെത്തുക, ഇവരെ ചോദ്യം ചെയ്യുക, ഇവരുമായി ബന്ധപ്പെട്ട് മൊഴിയെടുക്കുക, ഇതൊക്കെയാണല്ലോ അടുത്ത ഒരു അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. ഇതിനായി പ്രത്യേക സംഘം രൂപീകരിച്ചിട്ടുണ്ട് എന്നും അറിയുന്നു. അതും ഉടൻ തന്നെ പൂർത്തിയാകുമെന്ന് കരുതാമോ? ക്രൈംബ്രാഞ്ച് DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസിന്റെ അന്വേഷണം നടത്തുക. അതുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത FIR-ൽ തുടർ നടപടികളുടെ ഭാഗമായി ആദ്യ നടപടി എന്നവണ്ണം യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിന് അവരുടെ സാവകാശം കൂടി തേടിയതിനു ശേഷം അവർ കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സമയത്ത് അവർ എവിടെയാണോ ആവശ്യപ്പെടുന്നത് ആ സ്ഥലത്തെത്തി മൊഴി എടുക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്ന് ആരംഭിച്ചു കഴിഞ്ഞു ഇന്നലെ തന്നെ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ആദ്യം ഈ മൊഴിയെടുക്കുക എന്ന നടപടി പൂർത്തിയാക്കിയതിന് ശേഷം 164 സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തുന്ന തുടർ നീക്കങ്ങളിലേക്ക് കടക്കാനാണ് സാധ്യത. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അത് കേസിൽ അതിൻ്റെ നിയമസാധുത ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അതിനുവേണ്ടിയുള്ള ശ്രമം ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ വൈകാതെ തന്നെ അതിൽ തുടർ നീക്കങ്ങളിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കും എന്നാണ് സൂചന. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വറിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. നിരാഹാരം തുടരുന്നതിനാൽ ആരോഗ്യനില മോശമായ രാഹുലിനെ ഇന്നലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. തുടർന്ന് രാഹുൽ ഈശ്വറുമായി ടെക്നോ പാർക്കിലെ ഓഫീസിൽ സൈബർ പോലീസ് തെളിവെടുപ്പും നടത്തി. ഈ ഓഫീസിൽ വെച്ചാണ് രാഹുൽ ഈശ്വർ പല യൂട്യൂബ് വീഡിയോകളും ചിത്രീകരിച്ചിരുന്നത് എന്നാണ് കണ്ടെത്തൽ. രാഹുലിന്റെ പൗടിക്കോണത്തെ വീട്ടിൽ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുന്നതിനായി വീണ്ടും പരിശോധന നടത്തിയേക്കും.
അതേസമയം രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ നാളെ സെഷൻസ് കോടതി പരിഗണിക്കുന്നുണ്ട്. ഇടവേള. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ തോതിൽ വിമർശനം ഉന്നയിച്ച് രംഗത്ത് ആദ്യം വന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആണ്. ഈ വലിയ അതൃപ്തി കോൺഗ്രസിലുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP തന്നെ ചേരുന്നുണ്ട്. KV ബൈജുവിനൊപ്പം കാസർഗോഡ് നിന്ന്. ബൈജു, ഉണ്ണിത്താനോട് ചോദിക്കാം. തീർച്ചയായും ഉണ്ണിത്താന് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. തീർച്ചയായും രഞ്ജിത്തെ, ഈ വിഷയത്തിൽ ഉറച്ച നിലപാടെടുത്ത് ശബ്ദം ഉയർത്തിയതിൽ ഏറ്റവും പ്രധാനിയായ ഒരാളാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായ നിലപാടുകളുണ്ട് ഈ കാര്യത്തിലെല്ലാം. അതിൽ വലിയ തോതിൽ സൈബർ ആക്രമണം അദ്ദേഹത്തിന് നേരിട്ടു. അദ്ദേഹം ഏതായാലും ന്യൂസ് 18 ഇപ്പോൾ തത്സമയം തന്നെ ചേരുകയാണ്. MP തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വലിയ വിവാദങ്ങൾ മാത്രമാണ് ഉയർന്നു വരുന്നത്. വീട് കിട്ടിയ പിടിവള്ളി അത് ഉപയോഗിക്കുന്നുണ്ടെന്നാണോ ഇടതുപക്ഷം ഉൾപ്പെടെ, അത് BJP ഉൾപ്പെടെ, അങ്ങനെയാണോ? എന്താണ് അങ്ങ് തരുന്നത്? അല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാനാണ് ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതിൽ അവർ ഫലപ്രദമായി വിജയിച്ചിരിക്കുന്നു. കാരണം കോൺഗ്രസിന്റെ നിലപാട് കൊണ്ടാണ് അവരത് വിജയിക്കാൻ കാരണം. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അല്ല കാതലായ പ്രശ്നം. ഇന്നലെ ഇന്ത്യയുടെ പാർലമെന്റിൽ, രാജ്യസഭയിൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഒരു പ്രസ്താവന നടത്തി. കാരണം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, അതുപോലെ തന്നെ PM ശ്രീ, ഇതിൽ കേരള ഗവൺമെന്റിനെ കൊണ്ട് ഒപ്പിടിപ്പിക്കാൻ ഞങ്ങളുമായി ഇടനിലക്കാരനായി പ്രവർത്തിച്ചത്, ഒരു പവർ ബ്രോക്കറായി പ്രവർത്തിച്ചത് ശ്രീ ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ MP ആണ്. അപ്പോൾ അദ്ദേഹത്തിന് രാജ്യസഭയിൽ നന്ദി രേഖപ്പെടുത്തി വിദ്യാഭ്യാസ മന്ത്രി. അപ്പോൾ ഇത്രയും നാള് CPI-ക്കാര് ആരാണ് ഇതിൽ ഒപ്പുവെക്കാൻ പ്രേരിപ്പിച്ചെന്നുള്ളതിനെ കണ്ടുപിടിച്ചല്ലോ, ആളെ കിട്ടിയല്ലോ. ഞാൻ ചോദിക്കട്ടെ, എന്താണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി? നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാവ്യവൽക്കരിക്കുക എന്നുള്ളതാണ്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആത്മഹത്യ ചെയ്യാൻ കാരണം എന്താണെന്നാണ് ഗുജറാത്തിലൊരു ചോദ്യം വന്നത്. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ഇനിയുള്ള തലമുറ പഠിക്കണ്ട, ഇനി 2014 ശേഷമുള്ള ചരിത്രം പഠിച്ചാൽ മതി എന്നാണ്. മാത്രമല്ല, മഹാത്മാഗാന്ധിയെ കൊന്നവരെ മഹത്വവൽക്കരിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. അപ്പോൾ PM ശ്രീ പോലൊരു പദ്ധതിയിൽ ഇവർ ഒപ്പിട്ടു എന്ന് പറഞ്ഞാൽ ഇവരുടെ കള്ളത്തരങ്ങൾ വെളിവാക്കുകയാണ്. പക്ഷെ ഇത്തരം കാര്യങ്ങളെല്ലാം ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയത്തിൽ മുങ്ങിപ്പോകുന്നുണ്ടോ? അത് വലിയ തോതിൽ ഉയർന്നു വരുന്നില്ല. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം തന്നെ വന്നാൽ ഇന്നലെ ഏറ്റവും ഒടുവിലായി വനിതാ നേതാക്കളാണ് ഇപ്പോൾ പരാതിയുമായി രംഗത്ത് വരുന്നത്. ഒരുപാട് പരാതികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ കാര്യങ്ങളിലെല്ലാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉറച്ച നിലപാടെടുത്ത ഒരു ശബ്ദമാണ് അങ്ങയുടേത്. ഇങ്ങനെ വനിതാ നേതാക്കൾ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കൂടുതൽ ദിവസങ്ങൾ തെരഞ്ഞെടുപ്പിന് അടുത്തോട് നിൽക്കുമ്പോൾ പ്രതിരോധം അത് ഓരോ ദിവസവും പുതിയ രീതിയിൽ കോൺഗ്രസിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഇയാളെ സംരക്ഷിച്ചാൽ കോൺഗ്രസിന് കനത്ത വില കൊടുക്കേണ്ടി വരും. പറഞ്ഞു മനസ്സിലായില്ലേ? ഇത് ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്, അതെല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ അതിശക്തമായൊരു നിലപാടെടുത്തത്. ആ നിലപാടിന്റെ പേരിൽ ഒരു സൈബർ ആക്രമണമൊന്നും വന്നാൽ ഞാനൊന്നും പിന്തിരിയില്ല. കാരണം എനിക്കൊന്നും ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ഇവർക്ക് 1968 രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച ഞാൻ 57 വർഷം പൂർത്തിയാക്കിയ എന്നെക്കുറിച്ച് ആകെ പറയുന്നത് ഒരു സദാചാര ഗുണ്ടായുസത്തെക്കുറിച്ചാണ്, ഒരു ആൾക്കൂട്ട വിചാരണത്തെക്കുറിച്ചാണ്. ഒരു പരാതി എനിക്കെതിരില്ല. മാത്രമല്ല, ആ വിചാരണ നടന്ന ദിവസം വൈകുന്നേരം 7 മണിക്ക് ഞാൻ ചാനലുകളിൽ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഒളിച്ചോടിച്ചില്ല, മനസ്സിലായില്ലയോ? അപ്പൊ അത് വെച്ചിട്ട് എന്നെ അപമാനിക്കാമെന്ന് വിചാരിച്ചാൽ ഒരു കട ഞാനൊന്നും പിന്നോട്ട് പോകില്ല. അല്ല, അങ്ങനെ ഒരു സൈബർ ആക്രമണം ഉണ്ടാകുമ്പോൾ അങ്ങ് പറയണ്ടായിരുന്നു ഒരു ബോംബ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്, അത് പൊട്ടിക്കുന്നു. ഈ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് മുതിർന്ന നേതാവിന്റെ മകളെയൊക്കെ ഇത്തരത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്. ഞാൻ അടക്കമുള്ള പാർലമെന്റ് മെമ്പർമാരെയും MLA-മാരെയും ഒക്കെ ജയിപ്പിക്കാൻ കഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ടൊരു വിവാദം ഇത് കഴിയട്ടെ, ഇതിപ്പോഴും തീരാൻ പോകുന്നില്ല, മനസ്സിലായോ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥികൾ വിജയിക്കണം, 2010 ആവർത്തിക്കണം, മനസ്സിലായില്ലേ? ഈ ഗവൺമെന്റ് 9.5 വർഷക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരണം. അതിനാണ് നമുക്കറിയാമല്ലോ, 9.5 വർഷക്കാലമായി കോടിക്കണക്കിന് രൂപയാണ് ദൂർത്തടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വ്യക്തിക്ക് വേണ്ടി, ഒരു കുടുംബത്തിന് വേണ്ടി. ഇതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല.
മാത്രമല്ല ഇന്ന് രൂക്ഷമായ വിലക്കയറ്റമുണ്ട്. അങ്ങനെ ഒരു വഴി വെച്ചത് കോൺഗ്രസ് തന്നെയല്ലേ ചർച്ചയ്ക്ക് വരാത്തത്? കാരണം ഒരു നല്ല നടപടി, ഏതായാലും തുടക്കത്തിൽ നടപടി എടുത്തു, അത് സ്വാഗതാർഹം എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ശക്തമായ ഒരു നടപടി പൂർണ്ണമായും പുറത്താക്കുന്ന അത്തരം ഒരു നടപടി എടുക്കാത്തതുകൊണ്ടല്ലേ വീണ്ടും വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ പലർക്കും അറിയാം, ഇനിയും ഒരുപാട് പരാതി ഇദ്ദേഹത്തിനെതിരെ ഉണ്ട്. ഇയാൾ ഇപ്പോഴും ഒളിവിലാണ്. ജാമ്യം സംബന്ധിച്ച ഒരു തീരുമാനം ഇതുവരായിട്ടില്ല. ഇത് കോൺഗ്രസ് തന്നെയല്ലേ വഴിവെച്ചു കൊടുക്കുന്നത്? രണ്ട് അഭിപ്രായം കോൺഗ്രസിൽ, അത് ഗുണം ചെയ്യുമോ? ഒരിക്കലും ഗുണം ചെയ്യില്ല. അത് ചെയ്യില്ലെന്നുള്ള എല്ലാവർക്കും അറിയാം. ഇതിനകത്ത് അയാൾക്ക് ആന്റിസിപ്പേറ്ററി ബെയിൽ കിട്ടുന്നോ ഇല്ലയോ, ഇതിനകത്ത് അയാളെ ശിക്ഷിക്കുന്നോ ഇല്ലയോ, ഇറ്റ് ഈസ് ഇറലവന്റ്. അതല്ലല്ലോ, ഇതിന് ചില ധാർമ്മിക മൂല്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇതിനയാൾക്ക് ഇന്ന് ജാമ്യം കിട്ടുന്നോ, അതൊന്നും ഇതിനകത്തൊരു വിഷയമല്ല. അയാൾക്ക് ജാമ്യം കിട്ടാം, കിട്ടാതിരിക്കാം, അയാളെ ശിക്ഷിക്കാം, വെറുതെ വിടാം. അതൊക്കെ നിയമത്തിന്റെ വഴിക്ക് പോകുന്നു. നിയമത്തെക്കുറിച്ചൊന്നും നമുക്ക് യാതൊരു ഇതുമില്ല. പക്ഷെ മറ്റുള്ള പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തരമൊരു ആരോപണം ഉയർന്നു വന്നപ്പോൾ തന്നെ അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, അയാളെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇന്നലെ KPCC പ്രസിഡന്റ് ഒരു പരാതി കിട്ടിയപ്പോൾ അറ്റ് ദ മൊമെന്റ് ഇറ്റ്സെൽഫ് അത് DGPക്ക് ഹാൻഡ് ഓവർ ചെയ്തു. അപ്പൊ ഇനിയിപ്പം കേരള ഗവൺമെന്റ് ആണ് നിയമപരമായ നടപടിയെടുക്കേണ്ടത്. മനസ്സിലായില്ലയോ? ആ പരാതിക്കാരുടെ മൊഴിയെടുക്കണം, FIR ഇടണം, കേസെടുക്കണം. കേരള ഗവൺമെന്റ് ചെയ്യട്ടെ. അപ്പം ഞങ്ങൾ അയാളെ സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ KPCC പ്രസിഡന്റ് ഈ പരാതി DGPക്ക് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, മറച്ചു വയ്ക്കാമല്ലോ. ഞങ്ങൾ ചെയ്തില്ലല്ലോ. പക്ഷേ സമാനതകളില്ലാത്ത നടപടികളാണ് ഇക്കാര്യത്തിൽ പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷെ ഇനിയും കൂടുതൽ നടപടികളിലേക്ക് പാർട്ടിക്ക് പോകേണ്ടി വരും. അതല്ല, ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന് തൊട്ടു പിന്നാലെ ഷാഫി പറമ്പിൽ MPക്കെതിരെയും വലിയ ആരോപണം ആണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. കൂടുതൽ പ്രതിരോധത്തിലായി ഷാഫിയുടെ ഭാഗത്തു നിന്നും, ഷാഫി പറമ്പിലിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ ഒരു വീഴ്ച അല്ലെങ്കിൽ ഇതിനൊരു അനുകൂല നിലപാടെടുത്തെന്ന് തോന്നുന്നുണ്ടോ? ബൈജു, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. അനാവശ്യമായി ആളുകളെ വിവാദത്തിലേക്ക് വലിച്ചഴക്കേണ്ട. മനസ്സിലായോ? ആരോപണം ആർക്കെതിരെ ആർക്ക് വേണമെങ്കിലും ഉന്നയിക്കാം. അതിന് അടിസ്ഥാനം വേണം, തെളിവുകൾ വേണം. ആരോപണങ്ങൾ ഇങ്ങനെ ഏറിൽ ഉയർത്തിയിട്ട് കാര്യമില്ലല്ലോ. ആരോപണം ഉന്നയിക്കുന്നവൻ ആരാണോ അവന്റെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ ആ തെളിവ് ഹാജരാക്കട്ടെ. അതല്ലേ മര്യാദ. അല്ലാതെ ഇങ്ങനെ ആരോപണം പറഞ്ഞുകൊണ്ടിരിക്കുക. ആരോപണം അല്ല വേണ്ടുന്നത്. ആരോപണത്തിന് അടിസ്ഥാനം വേണം, തെളിവ് വേണം. തെളിവുണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ. അല്ല, തെളിവില്ലാതെ ഇങ്ങനെ ആരോപണം ഉന്നയിക്കും. അത് ആർക്കെതിരെ ഉന്നയിക്കാം? മഹാത്മാഗാന്ധിക്കെതിരെ ഉന്നയിച്ചൂടെ? പിന്നെ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ആരോപണം ഉന്നയിക്കലല്ല ആവശ്യമായ അടിസ്ഥാനം വേണം. അനാവശ്യമായി ഈ വിവാദത്തിലേക്ക് ആളുകളെ വലിച്ചഴിച്ച് ഒരു കൂടുതൽ ഇതിലേക്ക് പോകണ്ട. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും ദോഷകരമാകും. അത്ര ആരോപണങ്ങൾ ഉണ്ടാകരുതെന്നാണ് എനിക്ക് പറയുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നിങ്ങൾ ഇന്ന് രാവിലെ എന്നെ വിളിച്ചതും ഒക്കെ എന്തിനാ വിളിച്ചത്? തെരഞ്ഞെടുപ്പുമായി തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യാനാണ്. ഇപ്പൊ നിങ്ങൾ തെരഞ്ഞെടുപ്പിനെ കുറിച്ചല്ല ചർച്ച ചെയ്യുന്നത്. അതിന്റെ കണക്കേടാണ്. തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന വിഷയമാണ്. ഇന്നലെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇവിടെ വന്നു. നിങ്ങൾക്ക് ഒറ്റ ചോദ്യം അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ളൂ, ഈ വിഷയം. ഞാൻ പറയട്ടെ, എത്രയോ വിഷയങ്ങൾ കേരളത്തിലുണ്ട്. അതിനൊന്നും നിങ്ങൾക്ക് താല്പര്യമില്ല. കാരണം നിങ്ങൾക്കും ഒരു അജണ്ടയുണ്ട്. കോൺഗ്രസിനെ അപമാനിക്കുക, അവഹേളിക്കുക, അപകീർത്തിപ്പെടുത്തുക, അതുവഴി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സഹായിക്കുക. അപ്പൊ നിങ്ങളുടെ അജണ്ടയാണ് നിങ്ങൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ ചോദിക്കട്ടെ, ബൈജു ഇന്ന് രാവിലെ എന്നെ എന്തിനാ വിളിച്ചത്? ഈ വിവാദവുമായിട്ട് പോയാൽ മതിയോ? അതിലേക്ക് തന്നെയാണ് ഞാൻ പറയട്ടെ, സംസ്ഥാന ഗവൺമെന്റ് കൊള്ളരുതായ്മകൾ തുറന്ന് കാണിക്കണ്ടേ? അതിനാണ് നിങ്ങൾ എന്നെ വിളിച്ചത്, അതിനാണ് നിങ്ങൾ എന്റെ അടുത്ത് വന്നത്. പക്ഷെ നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ബൈജു നിങ്ങൾ ഡൈവേർട്ട് ചെയ്ത് വീണ്ടും അതിലേക്ക് പോയി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ, നിങ്ങൾക്കും ഒരു അജണ്ടയുണ്ട്. പ്രതിരോധം ഈ നാമാവശേഷമായി നിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ജയിപ്പിക്കാമെന്നുള്ളതിനെ കുറിച്ച് ഗവേഷണം നടത്തിയിട്ടാണ് നിങ്ങളും എന്റെ അടുത്ത് വന്നിരിക്കുന്നത്. അത് വേണ്ട. അല്ല, ഇത് കണക്റ്റഡ് ആയതുകൊണ്ടാണ് ചോദിക്കുന്നത്. അങ്ങനെ ഒരിക്കലും പറയരുത്. തെരഞ്ഞെടുപ്പ് ഞാൻ തുടക്കം തന്നെ പറഞ്ഞു, തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളൂ. വീണ്ടും ഈ ഷാനാസ് ഇവരെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയ സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കോൺഗ്രസ് ഈ പ്രതിരോധം, അത് വീട് കിട്ടിയ ആയുധം, അത് CPM ഉപയോഗിക്കുന്നുണ്ട്. അതാണ് ഞാൻ കൃത്യമായി ചോദിച്ചത്. കാരണം ഒരുപാട് ശബരിമല സ്വർണ്ണക്കുള്ള ഒരുപാട് നമ്മൾ ആവർത്തിച്ച് പറയുന്നതാണ്. അതിനും അപ്പുറം ജനങ്ങളുടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊന്നും ഉയർന്നു വരാതെ നമുക്ക് പോലും ഇപ്പൊ പോലും ഈ വിഷയം തന്നെ അങ്ങോട്ട് ചോദിക്കേണ്ടി വരുന്നു. ഇത് ഞാൻ പറഞ്ഞത് ശരിയാണ്. അല്ല ബൈജു, 1917 റഷ്യൻ വിപ്ലവം നടക്കുന്ന കാലത്ത് 55,000 പള്ളികളാണ് കൊള്ളയടിക്കപ്പെട്ടത്. കമ്മ്യൂണിസ്റ്റുകാർ അവിടുത്തെ ഈ വെള്ളിക്കുരിശുകൾ, വെള്ളിപ്പാത്രങ്ങൾ, അവിടുന്ന് 55,000 പള്ളികൾ കൊള്ളയടിച്ചു റഷ്യൻ വിപ്ലവ കാലത്ത്. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? വിപ്ലവം നയിക്കാൻ പണം വേണം,
പണമില്ലാത്തതുകൊണ്ടാണ് ഈ പള്ളികൾ കൊള്ളയടിച്ചത്. ഇപ്പം എന്തിനു വേണ്ടിയാണ് ഈ അമ്പലം കൊള്ളയടിച്ചത്? അമ്പലം എന്തിനു വേണ്ടിയാണ് കൊള്ളയടിച്ചത്? 2 പഞ്ചായത്ത് പ്രസിഡന്റ്മാർ, 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാർ, അതിലൊരാൾ MLA, ഒരാൾ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ, ഒരാൾ 2 പ്രാവശ്യം കുളക്കട പഞ്ചായത്ത് പ്രസിഡന്റ്. ഇവർ ജയിലിൽ കിടന്നിട്ട് നിങ്ങൾക്ക് അത് ചർച്ച ചെയ്യണ്ടേ? അതാരാണ് വഴിവെക്കുന്നത്? ഇപ്പൊ ശശി തരൂറിന്റെ വിഷയം ഓരോ ദിവസവും ഓരോ വിഷയങ്ങൾ ഉയർന്നു വരികയാണ്. ശശി തരൂർ BJP-യിലേക്ക് പോയി എന്നൊക്കെ തരത്തിൽ വാർത്തകൾ വരുന്നു. ഇതെല്ലാം കോൺഗ്രസിൽ നിന്ന് തന്നെ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത് കണക്റ്റഡ് ചോദ്യം ചോദിച്ചത്. തീർച്ചയായും അങ്ങേക്ക് പറയാനുള്ള ഈ ഇടതുപക്ഷത്തിന്റെ നയങ്ങൾ, തെറ്റായ നയങ്ങൾ, അത് UDF-ന് ഏത് തരത്തിൽ ഗുണം ചെയ്യും. പക്ഷെ ഈ പ്രതിരോധം, അതാണ് ആ കണക്റ്റഡ് ചോദ്യം. ശശി തരൂര് പോന്നു പുലി വരുന്നേ എന്ന് പറഞ്ഞല്ലാതെ പുലി വന്നില്ലല്ലോ. നിങ്ങളെല്ലാം എത്രയോ കാലമായി പറയുന്നു ശശി തരൂർ പോവും. പോയില്ല. പിന്നെ അയാൾ ഓരോ സമയത്തും പറഞ്ഞിട്ടുള്ള കാര്യത്തിനൊക്കെ ഞാൻ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. പറഞ്ഞു മനസ്സിലായില്ലേ? ഇവിടെ ഇപ്പം നമ്മൾ പറയുന്നത് യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാൻ അവർക്ക് വീണ് കിട്ടിയ ഒരു അവസരമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അത് വെച്ച് പൊലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല വിഷയം, ഈ 2 ഉന്നതരായ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാർ, അതും ശബരിമലയിലെ അയ്യപ്പന്റെ വാതിൽപ്പടിയും കട്ടിലപ്പടിയും ദ്വാരപാലക ശില്പവും, സ്വർണം, എത്ര കിലോ സ്വർണം കൊണ്ടുപോയത്, അതിനെക്കുറിച്ച് ഒന്നും ചർച്ചയില്ല. അപ്പൊ എന്താ പറയുന്നത്? PMC ഒപ്പിട്ടപ്പോൾ പറഞ്ഞു, ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞു, ഇതൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അല്ല, ഇതൊരു ഇടതുപക്ഷ ഗവൺമെന്റ് അല്ല, ഇവിടെ സാമ്രാജ്യത്വമുണ്ട്, മുതലാളിത്തമുണ്ട്, ബഹുരാഷ്ട്ര കുത്തകയുണ്ട്. അവരുടെ നടുവിൽ എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത്? അതുകൊണ്ട് ഇത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അല്ലെന്നാ ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞേ. ഇപ്പൊ എന്താ പറഞ്ഞേ? 2 പേര് അകത്ത് കിടക്കുക, ജയിലിൽ കിടക്കുക. ജയിലിൽ കിടക്കുമ്പോൾ എന്താ ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞേ? ആരോപണ വിധേയരാണ്. ഇവിടെ ഇപ്പോൾ ആരോപണ വിധേയരല്ലേ ഇത്? 2 പേർക്ക് FIR ഇട്ട്, പിന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്ത്, 2 പേർക്കും ശരി. ബൈജു ആണ് അവിടെ കോടതി രാജ്മോഹൻ ഉണ്ണിത്താനൊപ്പം ചേർന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് വളരെ പെട്ടെന്ന് ഷഹനാസ് അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണുമെന്ന വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ഷഹനാസിലേക്ക് കൂടി വരണം, ആ തത്സമയ ദൃശ്യങ്ങളിലേക്ക് കൂടി വരികയും വേണം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പുതിയ കേസിൽ FIR ഇപ്പോൾ ഇട്ടിരിക്കുന്നുവെന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ലൈംഗിക പീഡനത്തിന് വീണ്ടും ബംഗളൂരു സ്വദേശിയായ യുവതിയുടെ പരാതിയിലാണ് FIR. രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണ് കേസിൽ പ്രതി. വിനോദുണ്ട്. വിനോദ്, വിശദാംശങ്ങൾ. രഞ്ജിത്ത്, ഇപ്പോൾ 2ാമത്തെ കേസിലും FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടം മാത്രമാണ് ഈ കേസിലെ പ്രതി. ക്രൈംബ്രാഞ്ചാണ് കഴിഞ്ഞ ദിവസം FIR ഇട്ടത്. ഈ കേസുമായി ബന്ധപ്പെട്ട് യുവതി തന്നെ വെളിപ്പെടുത്തിയത് നേരത്തെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ഇത് സംബന്ധിച്ച് സംസാരിച്ചിരുന്നു എന്ന കാര്യമാണ്. KPCC-ക്കും AICC-ക്കും ഇത് സംബന്ധിച്ച പരാതി നൽകിയിരുന്നു. ആ പരാതി കഴിഞ്ഞ ദിവസം KPCC നേതൃത്വം, KPCC പ്രസിഡന്റ് തന്നെ DGP-ക്ക് കൈമാറുകയും DGP അത് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് FIR രജിസ്റ്റർ ചെയ്തത്. യുവതിയുടെ പരാതിയിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെയാണ് FIR-ലും കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ചു എന്നതാണ്. പീഡനം എന്നതിനപ്പുറത്തേക്ക് ഇങ്ങനെ ഭാവി കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം എന്ന പേരിൽ തന്നെ കൊണ്ടുപോവുകയായിരുന്നു. ഒരു ഹോം സ്റ്റേയിലേക്ക് കൊണ്ടുപോയി ഫെനി നയനാൻ തന്നെയാണ് വാഹനം ഓടിച്ചതെന്നും ഈ FIR-ൽ പറയുന്നുണ്ട്. അതിനുശേഷം ഈ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് പോയി ആ കെട്ടിടത്തിലേക്ക് കയറ്റുകയും അവിടെ വെച്ച് ബലമായി ലൈംഗികമായി ഉപയോഗിക്കുകയായിരുന്നു എന്ന കാര്യമാണ് ഇതിൽ പറയുന്നത്. ഈ സമയത്ത് പെൺകുട്ടിയുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായി എന്ന കാര്യം കൂടി ഈ FIR-ൽ വ്യക്തമാക്കുന്നു. അതായത് പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് FIR-ൽ രജിസ്റ്റർ ചെയ്യുന്നത്. മാത്രമല്ല ഈ FIR-ന്റെ ഒരു പ്രത്യേകത എന്നത് ഇന്ന് വീണ്ടും മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതിയിൽ വാദം കേൾക്കുകയാണ്. പ്രോസിക്യൂഷനോട് ചില രേഖകൾ കൂടി കോടതി ആരാഞ്ഞിരുന്നു. അതിന് പുറമെ ഈ FIR കൂടി ഇന്ന് കോടതിയിൽ അന്വേഷണ സംഘം നൽകും എന്ന കാര്യം വ്യക്തമാണ്. കാരണം രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെ തുടർച്ചയായി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തിയാണെന്ന വാദം കഴിഞ്ഞ ദിവസം തന്നെ പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്നു. ആ വാദത്തിന് ബലം നൽകുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ ഈ പരാതി കൂടി. അതായത് ഈ പരാതിക്കാരി, അത് കഴിഞ്ഞ ദിവസം KPCC നേതൃത്വം തന്നെ പറഞ്ഞത്, KPCC പ്രസിഡന്റ് തന്നെ പറഞ്ഞത് ഇതിന് ഊരും പേരുമില്ല, ആരാണെന്ന് വ്യക്തമല്ല, എങ്കിൽ തന്നെയും പരാതി കൈമാറിയെന്നതാണ്. അങ്ങനെ ഇല്ലാത്ത ഒരാളല്ല, അങ്ങനെ ഉള്ള ഒരാൾ തന്നെയാണ്. 2023-ലാണ് ഈ പീഡനം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നടക്കുന്നത്.
കാര്യം തന്നെയാണ് ഇതിൽ പറയുന്നത്. 21 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയാണ് ഇങ്ങനെ ലൈംഗിക പീഡനത്തിനിരയായത്. വിവാഹ വാഗ്ദാനം നൽകി എന്നത് മാത്രമല്ല, അത് പറഞ്ഞ് വിശ്വസിപ്പിച്ച് കൊണ്ടുപോവുകയും ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞ് ഒറ്റപ്പെട്ട സ്ഥലത്തെ ഒരു ഹോം സ്റ്റേയിലേക്ക് കൊണ്ടുപോയി അവിടെ കായികമായി തന്നെ കീഴ്പ്പെടുത്തി ബലാത്സംഗം ചെയ്യുകയായിരുന്നു എന്ന കാര്യമാണ്. ആ സമയത്ത് ശരീരത്തിൽ നിരവധി മുറിവുകൾ ഉണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ എഫ്ഐആറിലും വ്യക്തമാക്കുന്നു. ഇന്ന് കോടതി മുമ്പാകെ ഈ എഫ്ഐആർ വരുമെന്ന കാര്യം ഉറപ്പാണ്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. BB വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്ത, 2 ദിവസത്തെ സന്ദർശനത്തിനായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ന് ഇന്ത്യയിലെത്തും എന്നുള്ളതാണ്. 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ച ഉണ്ടാകും. ഇന്ത്യ റഷ്യ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള ചർച്ചകൾ നടക്കും. ഇന്ത്യയുമായും ചൈനയുമായുമുള്ള സഹകരണം പുതിയ തലത്തിലേക്ക് ഉയർത്താൻ ലക്ഷ്യമിടുന്നതായിരിക്കും ഈ കൂടിക്കാഴ്ചകളെന്ന് പുടിൻ വ്യക്തമാക്കിയിരുന്നു. KP അഭിലാഷ് വിവരങ്ങളുമായി ചേരും. അഭിലാഷ്, പുതിയ സംഘർഷങ്ങളൊക്കെ ഉടലെടുക്കുന്ന സാഹചര്യമാണ്. റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങാനുള്ള ശ്രമങ്ങൾ വീണ്ടും ഇന്ത്യ ആരംഭിച്ചു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. പുടിൻ്റെ ചർച്ച ഏറെ പ്രാധാന്യമുള്ളതാണ് ഈ സന്ദർശനവും. രഞ്ജിത്ത്, ഇന്ത്യയും റഷ്യയും പതിറ്റാണ്ടുകളായി മികച്ച സഹകരണം തുടർന്നുകൊണ്ടിരിക്കുന്ന 2 രാജ്യങ്ങളാണ്. എങ്കിലും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള അടുത്ത ഉഭയകക്ഷി കരാറുകൾ എന്തൊക്കെയെന്നത് സംബന്ധിച്ചും റഷ്യയുടെ പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശനവും ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം ഉറ്റുനോക്കുന്നുണ്ട്. അത് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സൗഹൃദ ബന്ധങ്ങളിൽ ചില വിള്ളലുകൾ വീണ പശ്ചാത്തലമുണ്ട്. അതിന് കാരണം എന്നത് റഷ്യയുമായുള്ള സൗഹൃദം തന്നെയാണ്. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് ആവശ്യപ്പെടുമ്പോഴും ഇന്ത്യ അതിന് ഒരുക്കമാകുന്നില്ല. അതിന് ഇടയിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള സൗഹൃദം ശക്തിപ്പെടുത്തുന്ന നീക്കവുമായി ഇന്ത്യയും റഷ്യയും മുന്നോട്ട് പോകുന്നത്. ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടിയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും സംഘവും ഇന്ത്യയിൽ എത്തുന്നത്. റഷ്യൻ പ്രസിഡന്റിനോടൊപ്പം തന്നെ ധനകാര്യമന്ത്രിയും അതോടൊപ്പം തന്നെ പ്രതിരോധ മന്ത്രിയും സംഘത്തിന്റെ ഭാഗമായുണ്ട്. റഷ്യയുടെ കേന്ദ്ര ബാങ്കിന്റെ ഗവർണറും ഈ സംഘത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ഇന്ത്യയിലെത്തുന്ന ഈ സംഘത്തിന് ഊഷ്മളമായ വരവേൽപ്പാണ് നൽകുക. അതിനുശേഷം രാത്രി 7 മണിക്ക് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ലോക് കല്യാൺ മാർഗിൽ ആണ് ഇന്ന് അത്താഴ വിരുന്ന് ഒരുക്കിയിട്ടുള്ളത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾക്ക് അനൗദ്യോഗികമായി തുടക്കം കുറിക്കുന്നത് ഈ അത്താഴ വിരുന്നിൽ ആയിരിക്കും. നാളെ രാജ്ഘട്ടിൽ പ്രസിഡന്റ് പുടിൻ സന്ദർശനം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ രാഷ്ട്രപതി ദ്രൗപദി മുർമു നൽകുന്ന അത്താഴ വിരുന്നിലും പങ്കെടുക്കുന്നുണ്ട്. നാളെ ഹൈദരാബാദ് ഭവനിൽ ആണ് ഇന്ത്യ റഷ്യ 23ാമത് ഉച്ചകോടിക്ക് തുടക്കമാകുന്നത്. ഈ ഉച്ചകോടിയിൽ നിർണായകമായ കരാറുകളിൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒപ്പുവെക്കും എന്നുള്ളതാണ് വിവരം. അതായത് റഷ്യയുമായുള്ള സഹകരണം, പ്രത്യേകിച്ച് ആയുധ രംഗത്ത്, സൈനിക രംഗത്ത് സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള അനുമതി കഴിഞ്ഞ ദിവസം തന്നെ റഷ്യൻ പാർലമെന്റിന്റെ അധോസഭയായ ഡ്യൂമ നൽകിയ പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ S-500, സുഖോയ് 57 ഉൾപ്പെടെയുള്ള പ്രതിരോധ കരാറുകളിൽ ആയിരിക്കും ഇന്ത്യയും റഷ്യയും ഏർപ്പെടാൻ പോകുന്നത് എന്നുള്ളതാണ്. മറ്റൊന്ന്, ആണവോർജ്ജ മേഖലയിലെ സഹകരണം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. കൂടംകുളം ആണവ നിലയത്തിന്റെ പ്രവർത്തനം ഇപ്പോൾ റൊസാറ്റ് എന്ന റഷ്യൻ ഏജൻസിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കൂടുതൽ വിപുലീകരണത്തിനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ മേഖലകളിലേക്ക് ചെറുകിട ആണവ റിയാക്ടറുകൾ സ്ഥാപിക്കുക, ഇന്ത്യക്ക് തദ്ദേശീയമായ ആണവ റിയാക്ടറുകളുടെ പൂർണ്ണമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ പറ്റുന്ന തരത്തിലുള്ള സാങ്കേതിക കൈമാറ്റത്തിനുള്ള കരാറ്, ഇത്തരം ധാരണകളിലേക്കും ഇന്ത്യയും റഷ്യയും തമ്മിൽ എത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഭാഗമായി നിർമ്മിക്കുന്ന യന്ത്രഭാഗങ്ങൾ, രാസവസ്തുക്കൾ, ഭക്ഷ്യവസ്തുക്കൾ, മരുന്നുകൾ ഉൾപ്പെടെയുള്ളവ ഇന്ത്യയിൽ നിന്ന് റഷ്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് സംബന്ധിച്ച കരാറിലും ഏർപ്പെടും എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും നമുക്കറിയാം, ലോക നേതാക്കളിൽ ഏറ്റവും കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ നൽകുന്ന ഒരു പ്രസിഡന്റാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ തലസ്ഥാന നഗരത്തെ ഇപ്പോൾ അതിശക്തമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. നേരത്തെ തന്നെ വിവരങ്ങൾ പങ്കുവച്ചത്. നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി പക്ഷിക്കടത്ത്, തായ്ലൻഡിൽ നിന്നെത്തിയ കുടുംബമാണ് പക്ഷികളുമായി പിടിയിലായത്. വംശനാശ ഭീഷണി നേരിടുന്ന 14 പക്ഷികളെയാണ് കസ്റ്റംസ് കണ്ടെത്തിയത്. നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. നവമി, എന്താണ് സംഭവിച്ചത്? എന്താണ് കസ്റ്റംസ് നൽകുന്ന വിശദാംശങ്ങൾ? രഞ്ജിത്ത്, മലപ്പുറം സ്വദേശികളായിട്ടുള്ള ഒരു ഭാര്യയും ഭർത്താവും 7 വയസ്സുള്ള മകനും, ഇവര് 3 പേരും ചേർന്നാണ് തായ്ലൻഡിൽ നിന്നും വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന 14 പക്ഷികളെ
കേരളത്തിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത്. ഇത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇവരുടെ ബാഗേജ് ചെക്ക് ചെയ്തപ്പോഴാണ് ഇത്തരത്തിൽ പക്ഷികളെ കണ്ടെത്തിയത്. ഉടനെ തന്നെ വനം വകുപ്പിന്റെ വിവരം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വനം വകുപ്പിനെ ഇവരെ കൈമാറും, അതോടൊപ്പം തന്നെ ഈ പക്ഷികളെയും കൈമാറുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം ഈ പക്ഷികളെ തായ്ലൻഡിലേക്ക് തന്നെ തിരിച്ചയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. ഇവരെന്തിനാണ് ഈ പക്ഷികളെ കേരളത്തിലേക്ക് എത്തിച്ചത് എന്നും കൂടി വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. അതിനുശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. എന്തായാലും ഇന്ന് രാവിലെയാണ്, ഇന്ന് പുലർച്ചെയായിരുന്നു തായ്ലൻഡിൽ നിന്നും വന്ന ഈ ദമ്പതികളും ഒപ്പം ഉണ്ടായിരുന്ന മകരും ഈ 14 വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പക്ഷികളുമായി കേരളത്തിലേക്ക് എത്തിയത്. മലപ്പുറം സ്വദേശികളാണ് ഇവർ. നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CPM നേതാവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായിരുന്ന A. പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കും. പത്മകുമാറിനെ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. 8-ാം തീയതിയാണ് പത്മകുമാറിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുക. ബോർഡിൽ ഒപ്പമുണ്ടായിരുന്ന മറ്റ് അംഗങ്ങളെ കൂടി പ്രതിക്കൂട്ടിലാക്കുന്നതാണ് പത്മകുമാറിന്റെ ജാമ്യ ഹർജി. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശിയ കട്ടിളപ്പാളികൾ കൈമാറിയതടക്കം കൂട്ടായി എടുത്ത തീരുമാനമെന്നാണ് പത്മകുമാറിന്റെ വാദം. സന്നിധാനത്ത് തിരക്ക് കുറഞ്ഞു. ഇന്നലെ 76,000-ത്തിലേറെ പേർ എത്തി. രാവിലെ 9 മണി വരെ 27,000-ത്തോളം തീർത്ഥാടകർ മലകയറി. തൃക്കാർത്തിക പ്രമാണിച്ച് വൈകിട്ട് സന്നിധാനം ദീപാലങ്കൃതമാകും. ശബരിമലയിൽ തീർത്ഥാടക പ്രവാഹത്തിൽ നേരിയ ഇടിവാണ് ഇന്നലെ സംഭവിച്ചത്. 76,000-ൽ പരം പേർ, 80,000-നും ഇടയ്ക്കുള്ള ആളുകളാണ് ഇന്നലെ എത്തിയത്. ഇന്ന് പക്ഷേ രാവിലെയും തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവുണ്ട്. ഏതായാലും ആദ്യ മണിക്കൂറുകളിൽ 4,000-ത്തോളം പേരാണ് ഓരോ മണിക്കൂറിലും കയറിയെത്തുന്നത്, മല കയറിയെത്തുന്നത് എന്നാണ് പറയാൻ സാധിക്കുക. ഏതായാലും സൗകര്യപൂർവമായ ദർശനം സാധ്യമാകുന്ന ഒരു അവസ്ഥ സന്നിധാനത്ത് ഇപ്പോഴുണ്ട്. 15 ലക്ഷം തീർത്ഥാടകർ കവിഞ്ഞു. തീർത്ഥാടകരുടെ എണ്ണം 15 ലക്ഷം കവിഞ്ഞു എന്നുള്ളതാണ് പുതിയ വാർത്ത. അതുപോലെ 100 കോടിക്കപ്പുറമാണ് വരുമാനം. ഈ തരത്തിൽ തീർത്ഥാടനം പുരോഗമിക്കുന്നുണ്ട്. അതേസമയം ഇന്ന് പ്രത്യേക ദിവസമാണ്. ഇന്ന് വൈകിട്ട് തൃക്കാർത്തിക ആയതുകൊണ്ട് ഇന്ന് വൈകിട്ട് ദീപാലങ്കൃതമായിരിക്കും സന്നിധാനം. മനോഹരമായ ആ കാഴ്ച കാണാൻ തീർത്ഥാടകർ കൂടുതൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തീർത്ഥാടകരുടെ എണ്ണം ഉച്ചയ്ക്ക് ശേഷം വർദ്ധിക്കാനുള്ള സാധ്യത അതുകൊണ്ട് തന്നെയുണ്ട്. മലയാളികളെക്കാൾ കൂടുതൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് തീർത്ഥാടകർ ചോദിച്ചു നോക്കാം. तमिल नहीं है सर, हिंदी नहीं आता, तेलुगु ओनली। कैसे? अच्छा है, विजयवाड़ा से आया। जवाड़ा ചെന്നൈ സമയം രണ്ടാമത് തന്നെ മൂന്നാമത് చాలా బాగా చేస్తున్నారు. సూపర్ గా ఉన్న సౌకర్యాలు സുഖമായി എത്താൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് തീർത്ഥാടകർ ഇപ്പോഴും പറയുന്നത്. நல்ல தரிசனம் சாமி சார், நல்லா பார்க்கலாம், 18 படி ஏறலாம், நல்லா சுத்தி நல்லா கிளீனா இருக்கு சாமி, என்ன பிரச்சனை இல்ல. எங்க இருந்து வந்துட்டு? நாங்க ஆந்திரா தமிழ்நாடு பார்டர் சாமி நாங்க. ஆமா சாமி, நல்லா நல்லா ஃப்ரீயா தான் இருந்தது சாமி, என்ன கூட்டம்லாம் இல்ல. சூப்பர் தரிசனம் எல்லாம் நல்ல ஃபெசிலிட்டிஸ் இருக்கு. தண்ணி எல்லாம் பிஸ்கட் எல்லாம் கிடைச்சிருக்கு, நல்லா கிடைச்சு சாமி, என்ன பிரச்சனை எல்லாம் இல்ல, நல்லா பர்ஃபெக்ட், நல்லா பார்த்து தரிசனம் பார்த்தோம். பெரிய வெளியில நடந்தோம். முந்தா நேற்று காலை 12 மணிக்கு நடந்தோம். இப்போ நல்ல தரிசனம் பார்த்தோம். நைட்டு பார்த்துட்டு இப்போ 2 டைம் போவோம். மறுபடியும் சிவில் தரிசனம், டபுள் தரிசனம். இப்ப நாங்க நைட்டு படி ஏறி வந்தோங்க, இப்ப சிவில் தரிசனம் 2 வாட்டி நல்ல தரிசனம், ஃப்ரீ தரிசனம். സൂപ്പർ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, നല്ല ദർശനം കിട്ടി. വൈകുന്നേരം തന്നെ തിരക്കായിരുന്നു. കുഴപ്പമില്ല. രാവിലെ തന്നെ രണ്ടാമത്തെ ദർശനത്തിന് കാണിക്കാനാണ് തോന്നുന്നു. ഓക്കെ, താങ്ക് യു. നല്ല ദർശനം, തിരക്കൊന്നുമില്ല. ഇല്ല, ഒന്നുമില്ല, ഒരു ബുദ്ധിമുട്ടില്ല, പോതില്ല. മെഡിക്കൽ ഫെസിലിറ്റി നല്ലപോലെ എനിക്ക് കിട്ടിയായിരുന്നു. പിന്നെ ആശ്മടം ഉണ്ടായിരുന്നു. എനിക്ക് 2 പ്രാവശ്യം നെബിലൈസർ ചെയ്യാൻ സാഹചര്യം കിട്ടി. 2 ഡോക്ടർമാരുണ്ടായിരുന്നു. അത് വെളുപ്പിന് 2 മണി ആ ടൈമിലൊക്കെ ഉണ്ടായിരുന്നു. നല്ല ടൈമാണ്. താങ്ക് യു. സുഖകരമായ ദർശനം സാധ്യമായി എന്ന് തന്നെയാണ് തീർത്ഥാടകർ പറയുന്നത്. അതുപോലെ നാളെ ദേവസ്വം ബോർഡ് യോഗമുണ്ട്. തീർത്ഥാടകർക്കൊക്കെ എത്തുന്ന തീർത്ഥാടകർക്ക് അന്നദാന സദ്യ നൽകണം, അതായത് കേരളീയ സദ്യ എല്ലാവർക്കും നൽകണം എന്നുള്ളതായിരുന്നു
തീരുമാനം. എന്നാൽ ആ തീരുമാനം നടപ്പാക്കാൻ സാധിച്ചില്ല. പ്രായോഗിക ബുദ്ധിമുട്ടുകളാണ് ഇക്കാര്യത്തിൽ ഉണ്ടായത്. അതേസമയം ഇപ്പോൾ പുലാവാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് പുലാവാണ് വിളമ്പുന്നത്. പുലാവ് വിളമ്പുന്നത് തുടരുന്നുണ്ട്. അതേസമയം ഇലയിൽ സദ്യ കൊടുത്തു കഴിഞ്ഞാൽ ഇല എങ്ങനെ ഡിസ്പോസ് ചെയ്യും, എങ്ങനെ മാലിന്യമുക്തമാക്കുക എന്നുള്ള ഒരു വലിയ ടാസ്ക് ഉണ്ട്. ആ ടാസ്ക് കാരണമാണ് ഇല മാറ്റി പ്ലേറ്റിലാക്കാം എന്ന് തീരുമാനിച്ചത്. 7 വിഭവങ്ങളോട് കൂടിയുള്ള സദ്യ വിളമ്പാനുള്ള തീരുമാനം ഉണ്ട്. എന്നാൽ സദ്യ വിളമ്പുന്നത് എപ്പോഴെന്ന കാര്യത്തിൽ ഉള്ള തീരുമാനം നാളെയുള്ള ദേവസ്വം ബോർഡ് യോഗത്തിലാണ് തീരുമാനിക്കുക. സജീവ് സി വാര്യർ വിവരങ്ങൾ പങ്കുവച്ചു. പത്തനംതിട്ടയിൽ ശബരിമല തീർത്ഥാടകരുടെ കാറിന് തീപിടിച്ചു. ആർക്കും പരിക്കില്ല. ദർശനത്തിനായി പോയവരുടെ വാഹനമാണ് പമ്പ ചാലക്കയത്തിന് സമീപം വെച്ച് തീപിടിച്ചത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വൻ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ട. 2 കോടി വില മതിക്കുന്ന 2.25 കിലോ കഞ്ചാവാണ് പിടിച്ചത്. ഒരാൾ അറസ്റ്റിലായിട്ടുണ്ട്. നവമി ദിനേശ് ചേരുന്ന. നവമി, വിവരങ്ങൾ. ബിജു ഫെബിൻ എന്ന ആളെയാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവുമായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് പിടികൂടിയത്. ഇയാൾ വിശാഖപട്ടണത്ത് നിന്നുമാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് വാങ്ങി ചെന്നൈ വഴി കൊച്ചിയിലേക്ക് എത്തുകയായിരുന്നു. ഇയാളെ എന്തായാലും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വിശദമായി ചോദ്യം ചെയ്യുകയാണ്. എവിടേക്കാണ് ഈ കൊച്ചിയിൽ വന്നതിന് ശേഷം ആർക്കാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് കൈമാറുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. 2 കോടിയുടെ വില മതിക്കുന്ന 2.25 കിലോ കഞ്ചാവാണ്, ഹൈബ്രിഡ് കഞ്ചാവാണ് ഇയാളിൽ നിന്നും പിടികൂടിയതെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും വീണ്ടും ഈ കഞ്ചാവ് വേട്ട നഗരത്തിൽ തുടരുകയാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി നിരവധി തവണയാണ് ഇത്തരത്തിൽ കഞ്ചാവ് എത്തുന്നത്. ഇതിനു മുൻപ് കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ കഞ്ചാവ് പിടികൂടിയിരുന്നു. എന്തായാലും പോലീസും ഈ കസ്റ്റംസും ഒക്കെ പരിശോധനയും ശക്തമാക്കിയിരിക്കുകയാണ്. രഞ്ജിത്ത്. നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവച്ചു. അടിമാലി കുമളി ദേശീയപാതയിൽ കത്തിപ്പാറയ്ക്ക് സമീപം ഇറക്കത്തോടു കൂടിയ കൊടുംവളവ് അപകട ഭീഷണി ഉയർത്തുകയാണ്. പാതയുടെ ഫില്ലിംഗ് സൈഡ് കുത്തനെയുള്ള ചെരിവാണ്. ഇവിടെ നിന്നിരുന്ന മരങ്ങൾ കൃഷി ആവശ്യത്തിനായി മുമ്പ് മുറിച്ചു മാറ്റിയിരുന്നു. ഇതോടെയാണ് ഇവിടെ പതിയിരിക്കുന്ന അപകടാവസ്ഥ കൂടുതൽ ദൃശ്യമായി. അടിമാലി കുമളി ദേശീയപാതയിൽ കത്തിപ്പാറയ്ക്ക് സമീപമാണ് വലിയ അപകടക്കിണിയുള്ളത്. കൊടുംവളവും കുത്തിറക്കവുമുള്ള ഈ ഭാഗത്ത് സുരക്ഷാവേലി സ്ഥാപിക്കണമെന്ന ആവശ്യമുയർന്നിട്ട് വർഷങ്ങളായെങ്കിലും ദേശീയപാത വിഭാഗം നടപടിയെടുക്കാൻ തയ്യാറായില്ല. പലതവണ ഇവിടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും ഇവിടെ കാർ താഴ്ചയിലേക്ക് പതിച്ച് അപകടം സംഭവിച്ചു. അടിമാലി കുമളി ദേശീയപാതയിൽ കത്തിപ്പാറ ടൗണിന് സമീപം തൊട്ട് താഴെ പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്ത് തന്നെ കൊടുംവളവും, ഈ കൊടുംവളവ് തുടങ്ങുന്നിടത്ത് നിന്നും 1/2 കിലോമീറ്ററിലേറെ സൈഡിലും മരങ്ങളിൽ നിന്ന് വെട്ടിയപ്പോൾ 250 അടിയിലേറെയുള്ള കൊക്കയാണ് കാണാൻ സാധിക്കുന്നത്. ഈ കഴിഞ്ഞ ആഴ്ചയിലെല്ലാം നിരവധി വാഹനങ്ങൾ അടുത്തടുത്തായി 2-3 വാഹനങ്ങൾ ഈ കൊക്കയിലേക്ക് പോകുന്നു, മറിയുണ്ടായി. പക്ഷേ ഇടയ്ക്ക് വെച്ച് ചെറിയ മരത്തിലും വള്ളിയിലും തങ്ങി നിന്നതുകൊണ്ടാണ് ആളുകൾക്ക് വലിയ അപകടം സംഭവിക്കാതിരുന്നതും മരണം സംഭവിക്കാതിരുന്നതും. ഇവിടെ റോഡിന് വീതി കുറവും കൊടുംവളവുമാണ്. ഇവിടെ ശരിക്കും പൊതുമരാമത്ത് നാഷണൽ ഹൈവേ വിഭാഗം ഉടൻ തന്നെ റിട്ടേണിംഗ് വാൾ താഴെ നിന്നും കെട്ടി വീതിയിൽ കെട്ടിക്കയറ്റുകയും അതുപോലെ സേഫ്റ്റി ഡിവൈഡർ അത്യാവശ്യമായിട്ട് ആദ്യം കെട്ടുകയും അതിനുശേഷമാണ് റിട്ടേണിംഗ് വാൾ കെട്ടിയില്ലെങ്കിൽ വലിയ അപകടങ്ങൾ, വലിയ കൊക്കയാണിത്. BM&BC നിലവാരത്തിൽ ടാറിംഗ് ജോലികൾ നടന്നിട്ടുള്ളതിനാൽ വലിയ വേഗത്തിലാണ് ഇതുവഴി വാഹനങ്ങൾ കടന്നുപോകുന്നത്. പാതയ്ക്ക് ഈ ഭാഗത്ത് വേണ്ടത്ര വിസ്തൃതിയില്ലാത്തതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. രാത്രികാലങ്ങളിൽ അപകടത്തിൽപ്പെടുന്ന വാഹനങ്ങൾ പൊന്തക്കാടുകൾ നിറഞ്ഞ കൊക്കയിലേക്ക് മറിഞ്ഞാൽ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടാറില്ല. അടിമാലി കുമളി ദേശീയപാതയിലെ അപകടാവസ്ഥ ഒഴിവാക്കാൻ അധികൃതർ ഉടൻ ഇടപെടണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ന്യൂസ് 18 അടിമാലി. കോഴിക്കോട് ചാത്തമംഗലത്ത് ഒരു കിണറ്റിൽ വെള്ളം നീല നിറമായത് ആശങ്ക പടർത്തുന്നു. വെള്ളലശ്ശേരിക്ക് സമീപം പുതിയാടത്തിൽ വിശ്വംഭരന്റെ വീട്ടിലാണ് സംഭവം. വെള്ളം നിറം മാറിയതിന്റെ കാരണം വ്യക്തമല്ല. രാവിലെ പതിവ് പോലെ കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കുമ്പോഴാണ് നിറം മാറ്റം ശ്രദ്ധയിൽപ്പെട്ടത്. കടും നീല നിറത്തിലുള്ള വെള്ളത്തിന് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ മണമോ മറ്റു പ്രശ്നങ്ങളോ ഇല്ലായിരുന്നു. തുടർന്ന് വിശ്വംഭരൻ പരിസരത്തെ മറ്റു വീടുകളിലെത്തി കിണറുകൾ പരിശോധിച്ചു. എന്നാൽ അവിടെയൊന്നും വെള്ളത്തിന് നിറവ്യത്യാസം കണ്ടെത്താനായില്ല. തുടർന്ന് ആരോഗ്യവകുപ്പിലും മാവൂർ പോലീസിലും വിവരമറിയിച്ചു. വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഞങ്ങൾ വേറെ പൈപ്പിൽ നിന്ന് അടിക്കുക നേരിട്ട്. അതെടുത്ത് സ്റ്റീൽ പാത്രത്തിലേക്ക് എടുത്ത് 2-3 പാത്രത്തിലാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് കിണറിന് സ്റ്റീലിലെ പാത്രമായതുകൊണ്ട് നല്ല ഒരു കളർ വ്യത്യാസം തോന്നിക്ക് സാധാരണ എടുക്കുന്നതിലും. അപ്പോൾ ഞാൻ വൈഫിനെ വിളിച്ചു. വൈഫ് വന്നു നോക്കുമ്പോൾ കിണറിലെ വെള്ളത്തിന് എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ ഞാൻ ടോർച്ച് എടുത്ത് കൊണ്ടുവന്നു
കിണറിലേക്ക് അടിച്ചപ്പോൾ ആകെ ഇപ്പം കാണുന്ന ആ ഒരു സംഭവമാണ്. അപ്പം ഞങ്ങൾ അതിലൊന്ന് ഞെട്ടി. എന്നുവെച്ചാൽ ഇതെന്താണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയുന്നില്ല. അപ്പോൾ നമ്മളെ കുടിവെള്ളമാണല്ലോ ഇപ്പോൾ മുട്ടിയിരിക്കുന്നത്. കോഴിക്കോട് CWRCDMൽ വെള്ളം പരിശോധിക്കും. ഫലം വരുന്നതുവരെ വെള്ളം ഉപയോഗിക്കരുതെന്നാണ് നിർദ്ദേശം. വിശ്വംഭരന്റെ വീട്ടുമുറ്റത്തെ കിണറിന് ഏകദേശം 16 വർഷത്തോളം പഴക്കമുണ്ട്. 14 മീറ്ററോളം താഴ്ചയുമുണ്ട്. ന്യൂസ് 18 മുക്കം. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.